ധർമ്മടം ബാങ്ക് എം പി കുമാരൻ സാഹിത്യ പുരസ്കാരത്തിൻ്റെ 9ാമത് പുരസ്കാര സമർപ്പണ ചടങ്ങിൽ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികളെയും സഹൃദയരായ സദസ്യരെയും സ്വാഗതം ചെയ്യുന്നു. വിവർത്തനം, ചരിത്ര ഗവേഷണം, നിരൂപണം തുടങ്ങിയ സാഹിത്യശാഖകളിൽ തനതായ സംഭാവനകൾ അർപ്പിച്ച യശശരീരനായ എം പി കുമാരൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ധർമ്മടം ബാങ്ക് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം ആദ്യമായി 2015 മലയാള കഥാസാഹിത്യത്തിൻ്റെ കുലപതി ശ്രീ ടി പത്മനാഭന് ഇന്നത്തെ ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് സമർപ്പിച്ചത്. തുടർന്നുള്ള വർഷങ്ങളിൽ സർവശ്രീ എം മുകുന്ദൻ, പ്രൊഫസർ എം കെ സാനു, ഡോക്ടർ ബി ഇക്ബാൽ, കവി പ്രഭാവർമ്മ, സുനിൽ പി ഇളയിടം, കരിവള്ളൂർ മുരളി, പി എൻ ഗോപികൃഷ്ണൻ എന്നീ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൻ്റെ വിവിധ ശാഖകളിൽ അവർ നൽകിയ സംഭാവനകളെ പരിഗണിച്ചാണ് അർഹരായത്. ഈ വർഷം മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് ശ്രീ എൻ ശശിധരനെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. കുമാരൻ മാസ്റ്ററുടെ ജീവിത പങ്കാളി, നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്ന വി രുക്മിണി ടീച്ചറുടെ പേരിൽ മലയാളത്തിലെ നവാഗതരായ എഴുത്തുകാരികൾക്ക് നൽകുന്ന 3ാമത് വി രുക്മിണി പുരസ്കാരത്തിന് കുമാരി കാവ്യ അയ്യപ്പിൻ്റെ പാതിര തല്ല് എന്ന കഥയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീ എൻ ശശിധരനെയും കുമാരി കാവ്യ അയ്യപ്പനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുരസ്കാര ജേതാക്കളെ പ്രത്യേകം സദസ്സിന് പരിചയപ്പെടുത്തുന്നതാണ്. അവരെ വിശദമായി പരിചയപ്പെടുത്തുമെന്നതിനാൽ മറ്റ് വിശേഷണങ്ങൾക്ക് ഞാൻ മുതിരുന്നില്ല. ഈ വർഷത്തെ എം പി കുമാരൻ ധർമ്മടം ബാങ്ക് പുരസ്കാര സമർപ്പണത്തിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതനായ ശ്രീ എൻ എസ് മാധവനെ ഞാൻ ആദ്യമായി നേരിൽ കാണുന്നത് ഇപ്പോഴാണെങ്കിലും 1970 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന കാലം മുതലേ എനിക്ക് അദ്ദേഹത്തെ അറിയാം. ആ വർഷം മുതൽ മാതൃഭൂമി വിഷുപ്പതിപ്പ് കഥാമത്സരത്തിൽ 1ാം സമ്മാനം ലഭിച്ച ശിശു എന്ന കഥ കൗതുകത്തോടെ വായിച്ചത് ഞാൻ ഓർക്കുന്നു. കുറേ കാലത്ത് നിശബ്ദതയ്ക്ക് ശേഷമാണ് ഹിഗ്വിറ്റ എന്ന കഥയിലൂടെ ഈ എഴുത്തുകാരൻ ശക്തമായ തിരിച്ചുവരവ് നടത്തിയത്. 11 കഥാസമാഹാരങ്ങളും ഒരു നോവലും നാടകവും നിരൂപണവും രചിച്ച ശ്രീ എൻ എസ് മലയാളത്തിലെ എഴുത്തുകാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനകൾ എന്ന നോവലും 10 കഥാസമാഹാരങ്ങളും ഒരു നാടകവും രചിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയുടേതുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. ബീഹാർ കേഡറിലെ IAS ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം കേരളത്തിലും കേന്ദ്രത്തിലും ഉന്നത പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഇതുവരെ എഴുതപ്പെട്ട ഏറ്റവും നല്ല കഥകളിൽ ഒന്നായ ഹിഗ്വിറ്റയുമായി നമ്മുടെ നാടിന് ഒരു ബന്ധമുണ്ട് എന്ന് ഞാൻ എവിടെ നിന്നോ കേട്ടിട്ടുണ്ട്. തൻ്റെ കഥകളിൽ നിന്ന് ആത്മകഥാംശങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്തണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് താനെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ശ്രീ എൻ എസ് മാധവൻ്റെ മുന്നിൽ അല്പം ആശങ്കയോടെയാണ് ഞാനിത് പറയുന്നത്. സാംസ്കാരിക വിമർശകനും ഇടത് ചിന്തകനുമായ ഡോക്ടർ ടി.കെ. രാമചന്ദ്രൻ പാലയാട് യൂണിവേഴ്സിറ്റി സെൻ്ററിൽ അധ്യാപകനായിരുന്ന കാലത്ത് സൗഹൃദ സന്ദർശനത്തിനെത്തുന്ന കഥാകൃത്ത് സിവിൽ സർവീസിൻ്റെ ആലഭാരങ്ങളേതുമില്ലാതെ ചിറക്കുനിയിലൂടെ നടക്കാറുണ്ടെന്നും അത്തരമൊരു ദിവസം ഫുട്ബോൾ കമ്പക്കാരനായ ശ്രീ എൻ എസ് നമ്മുടെ നരിവയലിലെ CPM മെൻസ് സെവൻസ് ടൂർണമെൻറ്റ് കണ്ടതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ എഴുതിയ കഥയാണ് ഹിഗ്വിറ്റ എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കഥ പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ അഭിമാനപൂർവ്വം ഈ കാര്യം എൻ്റെ കുട്ടികളുമായി പങ്കുവെക്കാറുണ്ടായിരുന്നു. ഇത് ശരിയാണോ എന്നെനിക്ക് ഉറപ്പില്ല. എനിക്ക് ഹിഗ്വിറ്റ അങ്ങനെ കൂടിയാണ്. തൻ്റെ കഥകളെ രാഷ്ട്രീയ കഥകളെന്ന് വിശേഷിപ്പിക്കുന്നതിനോട് ഇദ്ദേഹം യോജിക്കുന്നില്ല. എങ്കിലും പറയട്ടെ, പൊൻകുന്നം വർക്കിയെപ്പോലെ മലയാളത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ രാഷ്ട്രീയ കഥകൾ എഴുതിയ കഥാകൃത്ത് ശ്രീ എൻ എസ് മാധവനാണ്. വിശേഷിച്ച് തിരുത്ത്, വൻമരങ്ങൾ വീഴുമ്പോൾ, മുംബൈ, നിലവിളി തുടങ്ങിയ കഥകൾ. ഒരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും രാഷ്ട്രീയ കഥകളാണ്. ശ്രീ എൻ എസ് മാധവനെ ധർമ്മടം ബാങ്ക് എം പി കുമാരൻ സാഹിത്യ പുരസ്കാര സമർപ്പണ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ഉള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ ഗ്രാമത്തിൻ്റെ അഭിമാനമായിരുന്ന എം പി കുമാരൻ മാസ്റ്ററുടെയും രുക്മിണി ടീച്ചറുടെയും സ്മരണാർത്ഥമാണ് കഴിഞ്ഞ 10 വർഷത്തോളമായി ബാങ്ക് സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ടീച്ചറുടെ സ്മരണയെ മുൻനിർത്തി കഴിഞ്ഞ 3 വർഷമായി യുവകഥാകാരികൾക്കുള്ള പുരസ്കാരവും നൽകി വരുന്നുണ്ട്. ധർമ്മടം ബാങ്കിൻ്റെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു
പ്രവർത്തനമായിട്ട് ഈ സാഹിത്യ പുരസ്കാര സമർപ്പണ പരിപാടി മാറാറുണ്ട്. പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരെ പുരസ്കരിക്കുന്ന ഇത്തരമൊരു ചടങ്ങിൻ്റെ ഇന്നത്തെ ഒരു പരിമിതിയെ സംബന്ധിച്ച് ഇപ്പോഴും മാഷ് കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുരസ്കാര ജേതാക്കളായിട്ടുള്ള ശശിമാഷും അതുപോലെ തന്നെ കാവ്യയും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചടങ്ങ് ആരംഭിക്കാം. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ള പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ഇ.പി. രാജഗോപാലൻ സാഹിത്യ നിരൂപകൻ എന്നുള്ള നിലയ്ക്ക് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകൻ എന്നുള്ള നിലയിൽ നമുക്കെല്ലാം പരിചിതരായിട്ടുള്ള ഇ.പി. രാജഗോപാലൻ മാഷെ ആദരപൂർവ്വം പ്രഭാഷണ നിർവഹണത്തിന് വേണ്ടി ക്ഷണിക്കുകയും. കുട്ടികളായിരുന്ന കാലത്ത് സഖാവ് എ വി കുറ്റുമുമ്പ് അദ്ദേഹമാണ് മുഖ്യ പ്രഭാഷകൻ. ഇതുപോലെ ഒരു സന്ദർഭം ഉണ്ടായി. അവിടെ ഒരു പ്രൊഫഷണൽ നാടകം കളിക്കുന്നുണ്ട്. അവർ തളിപ്പറമ്പ് എത്തിയുള്ളൂ. അങ്ങനത്തെ നിലയ്ക്ക് തളിപ്പറമ്പ് നിന്ന് കരുവൂരിലെത്താൻ ഇതുപോലെ നല്ല റോഡോ നല്ല വാഹനങ്ങളൊന്നും ഇല്ലല്ലോ. ഒരുപാട് സമയം വേണ്ടി വരും. 1.5 മണിക്കൂറോ 2 മണിക്കൂറോ വേണ്ടി വരും. ഇന്നാണെങ്കിൽ 1/4 മണിക്കൂറിനെത്താം. എ വിക്കാണെങ്കിൽ ശ്വാസം മുട്ടുമുണ്ട്. എ വി 2 മണിക്കൂറിലേറെ പ്രസംഗിച്ചു. ആൾക്ക് മടുപ്പൊന്നുമില്ല. അനുഭവങ്ങളുടെ കഥനം കൂടി നിർവഹിക്കുന്നത് കൊണ്ട് എ വിയുടെ പ്രസംഗം ഒട്ടും മടുപ്പില്ലാത്ത പ്രസംഗമാണ്. പക്ഷെ എ വിക്ക് വയ്യ. ഡിസംബർ മാസവുമാണ്. എ വി അധ്യക്ഷനൊക്കെ ആടെയുണ്ട്. എ വി പറഞ്ഞു, ഇനി ജയദേവൻ ഒരു പാട്ട് പാടുന്നതാണ്. എ വിയുടെ ഇളയ മകൻ ജയദേവൻ അന്ന് കുട്ടി ജയദേവനെ എ വി ക്ഷണിച്ചു. ജയദേവൻ പാട്ട് പാടി. 1, 2, 3, 4 പാട്ട് ജയദേവന് അന്നത്തെ പ്രായത്തിൽ അറിയുന്ന പാട്ടുകളൊക്കെ പാടി. അപ്പോഴേക്കും പ്രൊഫഷണൽ നാടകത്തിൻ്റെ വണ്ടി വന്നു എന്നുള്ളത് കരുവൂർക്കാർ പറയുന്ന ഒരു തമാശയും കാര്യവുമാണ്. പക്ഷെ അതുപോലെ സാധ്യത ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. അതായത് കുറച്ച് സമയം നമ്മൾ സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു യുവാവായിരുന്നു പണ്ട്. യുവാവായിരുന്ന കാലത്ത് കുമാരൻ മാഷെ വീട്ടിൽ പോയിട്ട് ഒരു തവണ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ മാഷന്മാരുടെ ഒരു വാല്യുവേഷൻ സെൻ്ററാണ് പാലയാട് സ്കൂൾ. അവിടെ വാല്യുവേഷൻ്റെ പഠിക്ക് വന്നപ്പോൾ മാഷ ഇവിടെയാണെന്ന് അറിഞ്ഞിട്ട് മാഷെ വീട്ടിൽ പോയിട്ട് കാണുകയുണ്ടായി. അന്ന് ഈ മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നുമില്ല. അവിടെ നേരത്തെ വിളിച്ചു പറയാനൊന്നും പറ്റിയില്ല. പക്ഷെ ഭാഗ്യത്തിന് മാഷ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ പോയി ദീർഘനേരം 2-3 മണിക്കൂർ മാഷയുടെ കൂടെ ഇരിക്കാനും മാഷ പറയുന്ന പല കാര്യങ്ങളും കേൾക്കാനും ഒക്കെ കഴിഞ്ഞത് സന്തോഷകരമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. ഞങ്ങളെപ്പോലുള്ള അന്നത്തെ ഇങ്ങനെ എഴുത്തുകാരനായി വരുന്ന ആളുകളോട് കുമാരൻ മാഷക്ക് വലിയ വാത്സല്യമായിരുന്നു എന്ന് നേരിട്ട് അറിയാൻ കിട്ടിയ സന്ദർഭമാണ് അത്. മാഷെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, മാഷ് നല്ല ഉത്സാഹിയാണ് എന്നുള്ളതാണ്. അത് ഇന്ന് ആ വാക്കൊന്നും കേരളത്തിൽ ആരും പറയാറില്ല. അല്ലേ, ഉത്സാഹി വാക്കൊന്നും പൊതുവെ ആളുകൾ പറയാറില്ല. എനിക്ക് തോന്നുന്നു ആ വാക്ക് നമ്മൾ വീണ്ടെടുക്കേണ്ട ഒരു വാക്കാണ്. ഉത്സാഹം വേണം. മാഷ് നല്ല ഉത്സാഹം ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും മാഷ് ഈ പ്രദേശത്തിൻ്റെ, ഈ ധർമ്മടത്തിൻ്റെ, തലശ്ശേരിയുടെ പഴയ ചരിത്രത്തെക്കുറിച്ച്, കൊളോണിയൽ കാലത്തെ ചരിത്രത്തെക്കുറിച്ച് ഒക്കെ പൊട്ടും പൊടിയെന്നുള്ള മട്ടിൽ കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി. അന്നാണ് മാഷ് എനിക്ക് അതുവരെ അറിയാത്ത ഒരു കാര്യം പറഞ്ഞത്. ധർമ്മടം വാസ്തവത്തിൽ ഒരു ദ്വീപാണ് എന്ന്. ധർമ്മടം ദ്വീപാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നില്ല. ഞാൻ എത്രയോ തവണ അതിന് മുമ്പ് തലശ്ശേരിക്കും ധർമ്മടത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. കോളേജിൽ മീറ്റിങ്ങിന് ഞാൻ പഠിച്ചിട്ടില്ല എങ്കിലും കോളേജിൽ മീറ്റിങ്ങിന് വരുന്നുണ്ട്. എങ്കിലും ധർമ്മടം ഒരു ദ്വീപ് പോലെയാണ് എന്ന് അറിയുന്നത് അപ്പോഴാണ്. പിന്നെ അതിൻ്റെ ധർമ്മപട്ടണം നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ള ചരിത്രമൊക്കെ മാഷ് പറയുണ്ടായി. കുണ്ടത്തിനെ കുറിച്ച് പല കാര്യങ്ങളും പറയുകയുണ്ടായി. അപ്പോൾ ഈ പ്രസംഗത്തിന് ഇവിടെ എന്നെ വരണം ഇങ്ങോട്ട് എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വാക്യം ഓർമ്മിച്ചത് ആ ചെറിയ സന്ദർശനമാണ്. കുമാരൻ മാഷ് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു കാര്യം ഭാഷകൾ ദ്വീപുകളല്ല എന്നുള്ളതാണ്. ഭാഷകൾ ദ്വീപുകളാവാൻ പാടില്ല. ഭാഷകൾ തമ്മിൽ പരസ്പര ബന്ധം വേണം എന്ന ഒരു കാര്യം മാഷെ പോലുള്ള ആളുകളുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്നാണ്. ഭാഷകൾ പരസ്പരം സംസാരിക്കണം.
ഭാഷകൾ ഒറ്റക്ക് നിൽക്കാൻ വേണ്ടി പാടില്ല. പ്രത്യേകിച്ചും ഈ കൊളോണിയൽ അന്തരീക്ഷമൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ഭാഷകളുമായി ബന്ധപ്പെടാനുള്ള സാധ്യതയും അതുപോലെ ബാധ്യതയും നമുക്കുണ്ട്. ലോകത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ഭാഷകൾ നമ്മൾ ഏതെങ്കിലും നിലക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ നാഷണലിസം എന്ന് പറയും, ഇന്ത്യൻ ദേശീയത, നല്ല അർത്ഥത്തിൽ ഇന്ത്യൻ ദേശീയതയുടെ ഒരു വൈവിധ്യം മനസ്സിലാക്കണമെങ്കിലും നമുക്ക് ഭാഷകളുമായിട്ടുള്ള അടുപ്പം വേണം. അതുകൊണ്ട് ഗാന്ധിയൊക്കെ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഭാഷകളെ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളതാണ്. ഗാന്ധിയെക്കുറിച്ച് പറയാറുള്ള ഒരു വാക്യം, ഗാന്ധി ഇന്ത്യയെ കണ്ടെത്തി എഴുതിയ ആളല്ല. ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന നെഹ്റുവിൻ്റെ പുസ്തകമാണ്. പക്ഷെ ഗാന്ധി ഒരു തരത്തിൽ ഇന്ത്യയെ കണ്ടെത്തിയിട്ടുണ്ട് ബൈ ട്രാവലിംഗ് ഓൾ ഓവർ ഇന്ത്യ. ആരെ മറന്നുപോയി. ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിച്ചിട്ടാണ് പിന്നെ ഗാന്ധി ഇന്ത്യയെ കണ്ടെത്തിയത്. ഞാൻ താമസിക്കുന്നത് ചന്ദേര എന്നുള്ള സ്ഥലത്താണ്, കാസർഗോഡ് ജില്ലയുടെ തെക്കേ അറ്റത്ത്. അവിടുന്ന് അടുത്ത ചെറുവത്തൂർ പിന്നെ ഉള്ളൊരു കാര്യം പറയാം. ചെറുവത്തൂരിൽ പണ്ട് എല്ലാ വണ്ടികളും നിൽക്കും, അവിടെ സ്റ്റോപ്പ് ഇല്ലാത്ത വണ്ടികളും നിൽക്കും. അവിടെ ഈ വെള്ളം എടുക്കാൻ പഴയ വണ്ടിക്ക് അത് വേണമല്ലോ, വലിയൊരു കുളം, ആ കുളം എപ്പോഴും തീർന്നിട്ടില്ല, അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇത് കാനായി കുതിരാൻ പറഞ്ഞ കാര്യമാണ്. കാനായി ചെറുവത്തൂർക്കാരനാണ്, ഞങ്ങളെ പഞ്ചായത്തുകാരനാണ് ജന്മം കൊണ്ട്. അപ്പോൾ കാനായി നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൽ പഠിക്കുകയായിരുന്നു. അവിടെ കൃഷ്ണൻകുട്ടൻ എന്ന പേരുള്ള ഒരു മാഷുണ്ടായിരുന്നു. അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. അദ്ദേഹമാണ് ഈ കാസർഗോഡ് ഭാഗത്തേക്ക് ഓയിൽ പെയിൻറ്റിങ് കൊണ്ടുവരുന്നത്. ഓയിൽ പെയിൻറ്റിങ് സങ്കേതം കൊണ്ടുവരുന്നത് കൃഷ്ണൻകുട്ട മാഷാണ്. അപ്പോൾ കൃഷ്ണൻകുട്ട മാഷിൻ്റെ ശിഷ്യനായിട്ടാണ് കാനായി വളരുന്നത്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ കാനായിയുടെ ചിത്രപ്രതിഭയെ, കലാപ്രതിഭയെ കണ്ടെത്തുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ അവിടുന്ന് പഠിച്ചിട്ട് SLC പാസ്സായിട്ട് കാനായി പുറത്തേക്ക് വന്നു. പക്ഷെ അച്ഛൻ ഇഷ്ടമല്ല. കാനായിയുടെ അച്ഛൻ വലിയ പ്രതാപിയായിട്ടുള്ള മനുഷ്യനാണ്, വലിയ കൃഷിക്കാരനും മറ്റുമാണ്, ജന്മിയാണ്. അതുകൊണ്ട് ഈ ചിത്രകലയൊന്നും ശരിയല്ല എന്നല്ല, ചിത്രമൊന്നും പഠിക്കേണ്ട കാര്യമില്ല, കൃഷിയിൽ അച്ഛനെ സഹായിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. പക്ഷെ കാനായിയുടെ മനസ്സ് വേറൊരു നിലക്കായതുകൊണ്ട് അച്ഛനുമായിട്ട് പ്രത്യക്ഷമായിട്ടുള്ള സംഘർഷം തന്നെ ഉണ്ടായി. അപ്പോൾ കാനായിക്ക് ഒരു ഓഫർ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഓഫർ കിട്ടി. തുന്നൽക്കാരുടെ ഒരു സമ്മേളനം കണ്ണൂരിൽ നടക്കുന്നുണ്ട്. കണ്ണൂരിൽ അന്ന് ചെറുപ്പക്കാരായ ആളുകളുടെ ഹീറോ എന്ന് പറയുന്നത് നെഹ്റുവാണ്. നെഹ്റുവിൻ്റെ ഒരു ഫുൾ സൈസ് പടം വരച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചെറുവത്തൂർക്കാരനായ ഒരു ടൈലർ ഇദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അവസരം കിട്ടുകയേ വേണ്ടു. അദ്ദേഹം നെഹ്റുവിൻ്റെ യഥാർത്ഥ ഉയരം എത്രയാണോ അത്ര ഉയരമുള്ളൊരു പടം ഈ തുന്നൽക്കാരന് വേണ്ടി വരച്ചു കൊടുത്തു. കണ്ണൂരിലെ സമ്മേളനത്തിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. സമ്മേളനം കഴിഞ്ഞതിന് ശേഷം അത് അവിടെ ഉപേക്ഷിക്കുന്ന തെറ്റാണെന്ന് കണ്ടിട്ട് ഈ തയ്യൽക്കാരൻ ലോറിയിലോ മറ്റോ കയറ്റിയിട്ട് ചെറുവത്തൂരിൽ കൊണ്ടുവന്നു. ആ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ഒരു കടയിൽ പ്രദർശിപ്പിച്ചു. കാവേരി കൃഷ്ണമാഷ് എന്ന, കാവേരി സ്റ്റോഴ്സ് എന്നാണ് വിളിക്കുക, മാഷൊന്നുമല്ല, അദ്ദേഹത്തെ നാട്ടുകാരെ ഞങ്ങൾ പറയാറുള്ളത് കാവേരി കൃഷ്ണമാഷ് എന്നാണ്. ആ കടയുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. ഈ വെള്ളമെടുക്കാൻ വേണ്ടി വണ്ടി നിന്നല്ലോ, ആ വണ്ടിയിൽ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ പൗരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നായിരുന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റു പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരു ചെറിയ കടയുടെ മുന്നിൽ തൻ്റെ പടം നിൽക്കുന്നു. നെഹ്റു അന്ന് താരതമ്യേന ചെറുപ്പക്കാരനായ നെഹ്റു ഇറങ്ങുകയും, ആലോചിച്ച് നോക്കുക, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇറങ്ങുകയും നേരെ കടയിലേക്ക് പോവുകയും ചെയ്തു. ആ കടയിലെ തുന്നൽക്കാരന്, ആ കട ഉടമസ്ഥനായ കൃഷ്ണമാഷിക്ക് എന്തായിരിക്കും അനുഭവം? നമ്മുടെ വീട്ടിലേക്ക് ഒരു മുന്നറിയിപ്പില്ലാതെ ഒരു MLA വന്നാൽ പോലും നമുക്ക് അത്ഭുതം ഉണ്ടാവില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വരുന്നത്. ഞാൻ പറയുന്നത് ദേശീയതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ചെറുവത്തൂർക്കാർ ദേശീയത എന്ന് പറയുമ്പോൾ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ, ഞങ്ങൾ പല സോവനീറുകൾ ഇങ്ങനത്തെ ചില പണിക്ക് പോകുമ്പോൾ പഴയ ആളുകൾ കാണുമ്പോൾ അവർ ആവർത്തിച്ച് ഈ കഥകൾ പറയും. ഈ കഥയിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, എങ്കിലും അതിൻ്റെ കാമ്പ് ഇതാണ്. നെഹ്റു അത്ര ലാളിത്യമുള്ള ഒരാളായിരുന്നു. അത് അടങ്ങിയിരിക്കാനാവുന്നില്ല. അത് ആത്മാനുരാഗം കൊണ്ടൊന്നുമല്ല. അത് മാത്രമല്ല, ആത്മാനുരാഗത്തിന് അംശം ചിത്രകലയിൽ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കുറേ നമ്മളെയാണ് കണ്ണാടിയിൽ നോക്കുന്നത്, കുറച്ചും കൂടി സമയം നോക്കുമല്ലോ. ആത്മാനുരാഗം എന്ന് പറയുന്ന മനുഷ്യനുള്ള ഒരു ഇതാണ്, കുറ്റം പറയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് അങ്ങനെ അതാ നെഹ്റുവിനെക്കുറിച്ച്, നെഹ്റുവിൻ ദേശീയതയെക്കുറിച്ച്, നെഹ്റുവിൻ്റെ ലാളിത്യത്തെക്കുറിച്ച്, ജനാധിപത്യ ബോധത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയാം. ചെറുവത്തൂർക്കാർക്ക് സവിശേഷമായി കഥ പറയാനുണ്ട് എന്നാണ്. ഗാന്ധിയെക്കുറിച്ച് പറയാനുള്ള കാര്യം, ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്നിട്ടാണ്
പിന്നെ ഇന്ത്യയെ കണ്ടെത്തിയത്. EMSന്റെ ആത്മകഥയിൽ ഒരു അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാത്ത ഒരു അംശമുണ്ട്. ഞാൻ പറയുന്ന ചെറിയ സൂക്ഷ്മതയിൽ വ്യത്യാസം വരാം. മുമ്പ് വായിച്ച ഓർമ്മയിൽ ഇങ്ങനെ ഒരു പ്രസംഗം വേണ്ടി വിചാരിച്ചിട്ടുണ്ടല്ലോ. നെഹ്റു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൻ്റെ മുമ്പ്, കമ്മ്യൂണിസ്റ്റ് ആവുന്നതിന് മുമ്പ് പിന്നെ ഉള്ള കാലം. അപ്പോൾ അതിൻ്റെ പിന്നെ ഒരു മീറ്റിംഗ് ബംഗാളിലുള്ള ഒരു സ്ഥലത്ത് നടക്കുകയാണ്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് യുവാവായിട്ടുള്ള EMS മദ്രാസിലേക്കുള്ള വണ്ടിയിൽ അങ്ങനെയൊക്കെയാണ് പോകാൻ പറ്റുക, തിരിച്ചു വരികയാണ്. അപ്പോൾ കൽക്കട്ടക്ക് അടുത്തുള്ള അസൻസോൾ എന്നു പേരായ, ഇത് കുമാരമാഷ്ടർ മീറ്റിംഗ് ആയതുകൊണ്ട് കൽക്കട്ട പറയുന്നതിൽ പ്രത്യേകിച്ച് പ്രാധാന്യമുണ്ട്. അസൻസോൾ എന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ വണ്ടി കുറേ നേരം നിൽക്കുന്നത് മാത്രമല്ല ആ പ്ലാറ്റ്ഫോമിൽ നിറയെ ആളുകളുണ്ട്. രാത്രിയാണ്, നല്ല തണുപ്പുണ്ട്. രാത്രി 12 മണി തൊട്ടാണ്. അസാമാന്യമായിട്ട് തണുപ്പുണ്ട്. അപ്പോൾ EMS ചോദിച്ചു, അടുത്തുള്ള ആരോട് ചോദിച്ചു, എന്താണ് വിഷയം, അത് അപകടം പറ്റുമോ, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഈ അർദ്ധരാത്രിയിൽ നിൽക്കുന്നത്? ആയോ പറഞ്ഞു, അടുത്ത കോച്ചിൽ ഗാന്ധിയുണ്ട്, ഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ EMS അദ്ദേഹത്തിന് മാത്രം സാധിക്കുന്ന രാഷ്ട്രീയമായ ഉൾക്കാഴ്ചയോട് പറയുന്നുണ്ട്, ഈ മനുഷ്യനെ നമുക്ക് എതിർക്കാൻ പറ്റില്ല, ചില കാര്യങ്ങൾ ഇയാൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഈ ഗാന്ധിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യനെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള വളരെ കൃത്യമായ ഒരു വിശകലന ശേഷിയോടുകൂടിയാണ് EMS ആ അധ്യായം അവസാനിപ്പിക്കുന്നത്. EMSന്റെ ആത്മകഥ നോക്കുമ്പോൾ അത് നോക്കുക, ഒരു അദ്ദേഹത്തിൻ്റെ അവസാനമാണ്. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വിട്ടുപോയി. ഞാൻ പറയുന്നത് ഗാന്ധി ഇന്ത്യയെ കണ്ടെത്തിയത് ഇങ്ങനെ സഞ്ചരിച്ചിട്ടാണ്. ഗാന്ധിയെ നമ്മൾ ബ്രിട്ടീഷുകാരാണ് റെയിൽവേ ഉണ്ടാക്കിയതെങ്കിലും ഇന്ത്യൻ ദേശീയതയുടെ വികാസത്തിന് വലിയ സഹായം ചെയ്തു നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പല സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞിട്ടാണ്. അതുപോലെ ഉള്ള പ്രവർത്തനമാണ് വിവർത്തനം എന്ന് പറയുന്നത്. നമ്മൾ ഭാഷകളെ മനസ്സിലാക്കണം. ഗാന്ധിക്ക് ഇന്ത്യയിലെ എല്ലാ ഭാഷകളും മനസ്സിലായത് പ്രത്യേക അർത്ഥത്തിൽ പറയാം. അത് ദുഃഖത്തിൻ്റെ ഭാഷയാണ്, ഏകാന്തതയുടെ ഭാഷയാണ്, പീഡനത്തിൻ്റെ ഭാഷയാണ്, ചൂഷണത്തിൻ്റെ ഭാഷയാണ്. ഈ ഭാഷകളൊക്കെ മനസ്സിലാക്കാൻ ഗാന്ധിക്ക് പറ്റിയിരുന്നു. അദ്ദേഹം 1-2 ഭാഷകളെ അറിയുമായി, 3-4 ഭാഷകളാണ് അറിയുമായിരുന്നത്. പക്ഷേ ആളുകളുടെ അവസ്ഥകളെ വിശകലനം ചെയ്ത് ഇന്ത്യയിലെ ഭാഷകൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് പറ്റിയിരുന്നു എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് കുമാരമാഷിയുടെ ഓർമ്മ വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, പിന്നെ ഭാഷകൾ ദ്വീപുകളാവാൻ വേണ്ടി പാടില്ല. ഭാഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. ഇപ്പോൾ നിങ്ങൾ എന്നെ നോക്കുന്ന പോലെ, ഞാൻ നിങ്ങൾ നോക്കുന്ന പോലെ, നിങ്ങൾ പരസ്പരം നോക്കുന്നത് പോലെ, ഈ പറകിലുള്ള ചിത്രങ്ങളെ നിങ്ങൾ നോക്കുന്നത് പോലെ ഭാഷകൾ പരസ്പരം നോക്കേണ്ട ഒരു കാലമാണ്. ഭാഷകൾ വേണ്ട 1-2 ഭാഷകൾ മാത്രം മതി എന്നൊക്കെ മുതലാളിത്തം എഴുതാൻ തീരുമാനിച്ചൊരു കാലം കൂടിയാണ്. ഭാഷകളുടെ സൂക്ഷ്മമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ വേണ്ട, യാന്ത്രികത മാത്രം മതി ഭാഷകൾക്ക് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ. കമ്പ്യൂട്ടർ, ഞാൻ നേരത്തെ പറയുകയായിരുന്നു സന്തോഷ് മാൻശ്ശേരിയോട്, എൻ്റെ വീട്ടിൽ കമ്പ്യൂട്ടറിൻ്റെ 2 ചെറുപ്പക്കാരൻ, അവർ രണ്ടുപേരും സന്തോഷിച്ച് ഞാൻ കാണാറില്ല. എപ്പോഴും പണിയെടുത്ത് ഇങ്ങനെ അവർക്ക് പൈസയൊക്കെ കിട്ടുന്നുണ്ടാവുമായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ സന്തോഷം കിട്ടുന്നില്ല, അത് ഉറപ്പാണ്. അവർ സന്തോഷത്തിന് വേണ്ടി എന്താണ് ചെയ്യുക എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് എൻ്റെ വീട്ടിൽ മാത്രം പ്രശ്നമല്ല, എല്ലാ വീടുകളിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ആളുകളുടെ വളരെ സ്വാഭാവികമായ മാനുഷികത ഇല്ലാതാക്കുന്ന ഒരു ഭാഷയാണ് കമ്പ്യൂട്ടറിൻ്റെ ഭാഷ. കമ്പ്യൂട്ടറിനെ തള്ളിക്കളയല്ല, ഞാനിപ്പോൾ ഒരു പേന കൊണ്ടൊന്നും എഴുതാറില്ല. എങ്കിൽ തന്നെയും പിന്നെ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഭാഷകൾ ഉണ്ടാവണം, ഭാഷകൾ നശിക്കരുത്. പഴയ 1985 ഞാനൊരു ഗിന്നസ് ബുക്ക് മേടിക്കുകയുണ്ടായി. ആ ഗിന്നസ് ബുക്കിൽ ഒരു ഉണ്ടായി, മലയാളം വാരികയിലും മറ്റും ഒരുപാട് ചെറിയ മാസികകളിലൊക്കെ മാഷയുടെ പല വിവർത്തനങ്ങളും വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ മാർക്കേസിൻ്റെ പുസ്തകം മാഷ് വിവർത്തനം ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ചെയ്തില്ല. ശശിമാഷ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് മാർക്കേസ് തലശ്ശേരിക്കാരനാണെന്നുള്ളത് മാഷിൻ്റെ ലേഖനത്തിൻ്റെ പേരാണ്. അപ്പോൾ മാർക്കേസിൻ്റെ ഏതെങ്കിലും നോവലോ അല്ലെങ്കിൽ കഥകളോ മാഷ് വിവർത്തനം ചെയ്യണമെന്ന് ഞങ്ങളൊക്കെ ഈ നിമിഷത്തിലും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മാഷ് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് മാർക്കേസിൻ്റെ ഏറ്റവും നല്ല വ്യാഖ്യാതാവാണ് ശശിമാഷ്. മാർക്കേസിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാവുന്ന ഒരാളാണ് പിന്നെ ശശിമാഷ് എന്ന് സന്ദർഭവശാൽ പറഞ്ഞുകൊള്ളട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഭാഷകളുടെ നാനാത്വം, ഭാഷകളുടെ പലമ, ഈ ആശയത്തിൽ വൈകാരികമായിട്ടും സർഗാത്മകമായിട്ടും വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് ശശിധരൻ മാഷെ കാണേണ്ടത്. ഇപ്പോൾ ഞാനിതിനു വേണ്ടി റെഫറൻസ് നടത്തിയില്ല, മാഷ് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് പറയാണ്. കടലാസുണ്ട് എങ്കിലും പട്ടാനൂർ സ്കൂളിലാണ് മാഷ് പഠിച്ചത്, ഹൈസ്കൂളിൽ. അവിടെയുള്ള ഒരു മാഷ് നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുമായിരുന്നു.
ആ മാഷിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ശശിമാഷ് പറയാറുണ്ട്. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന, ക്ലാസ്സിൽ അധികം മലയാളം പറയാതെ, വിവർത്തനം അങ്ങനെ അധികം നടത്താതെ ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു പട്ടാങ്കര സ്കൂളിലെ ഈ മാഷ്. ആ മാഷിൻ്റെ സ്വാധീനം മാഷ്ക്കുണ്ട്. മാഷ് ട്രെയിനിങ്, ഈ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് കണ്ണൂരാണ് ഉണ്ടായിരുന്നത്. കണ്ണൂർ മാഷ്ക്ക് ഇതേപോലെ ഭ്രാന്തുള്ള, ഭാഷാ ഭ്രാന്തുള്ള, സർഗാത്മകതയുടെ വരം കിട്ടിയ ഒരാൾ കൂടി മാഷെ കൂടെ പഠിച്ചിരുന്നു. അയാളുടെ പേര് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം, സി വി ബാലകൃഷ്ണൻ. അയാളുടെ പേര് സി വി ബാലകൃഷ്ണൻ മാഷ് TTC ഒന്നിച്ച് പഠിച്ചവരാണ്. അപ്പോൾ സി വിയും പിന്നെ ശശിധരൻ മാഷും ഒന്നിച്ചു കൂടുമ്പോൾ പിന്നെ സാഹിത്യം തന്നെയായിരിക്കും വിഷയം. അപ്പോൾ സി വിയും നല്ല ഇംഗ്ലീഷ് വായനക്കാരനാണ്, ഇപ്പോഴും അതെ, ശശിമാഷെ പോലെ തന്നെ. അപ്പോൾ ആ കൂട്ട് വളരെ സർഗാത്മകമായിട്ടുള്ളൊരു കൂട്ടായിരുന്നു. ശശിമാഷിൻ്റെ ഉള്ളുണർത്തിയ ഒരു കൂട്ടായിരുന്നു സി വി ബാലകൃഷ്ണൻ്റെയും ശശിമാഷിൻ്റെയും കൂട്ട്. സി വി ബാലകൃഷ്ണൻ ചെറിയ പ്രായത്തിൽ എഴുതി തുടങ്ങിയിരുന്നു. ശശിമാഷ് കാര്യമായിട്ട് ആ പ്രായത്തിലൊന്നും എഴുതിയിട്ട് എനിക്കറിയില്ല. മാഷ് ചെറിയ നോവലുകളൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ മാഷ് അങ്ങനെ കാര്യമായിട്ട് ഉള്ള സാഹിത്യ പ്രവർത്തനത്തിലേക്ക് വരാണ്. മാഷിൻ്റെ പ്രധാനപ്പെട്ട വിഷയം അന്ന് വായന തന്നെയായിരുന്നു. വായിച്ചുകൊണ്ടിരിക്കുക, അതന്നെ ഒരു സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനമാണല്ലോ. വായിക്കുമ്പോൾ അർത്ഥം ഉണ്ടാക്കുന്നത് നമ്മളാണ്, വായിക്കുന്ന ആളാണ്. അതുകൊണ്ട് അതും സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനമാണ്. ആ നിരക്കുള്ള കാര്യങ്ങളാണ് ശശിമാഷ് ദീർഘകാലം ഉണ്ടായി. തലശ്ശേരി വന്നതോടുകൂടി എനിക്ക് തോന്നുന്നത് മാഷ് ഒന്ന് പ്രത്യേകിച്ച് ഉണർന്നത്, അതിനു മുമ്പുള്ള ഉണർവാണ് നാടകവുമായി ബന്ധപ്പെട്ട കാടകത്തെ ഉണർവ്. ഞങ്ങൾ പറയാറുണ്ട് കാടകം എന്നുള്ള വാക്കും നാടകം എന്നുള്ള വാക്കും പര്യായ പദങ്ങളാണ് എന്ന്. ഇപ്പോൾ കാടകം ഞങ്ങൾ ഇടക്കിടക്ക് പോകുന്ന കാര്യമാണ്. ഇപ്പോൾ ഷാജിയൻ കരുണിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ മാസം കാടകത്ത് പോയിരുന്നു. കാടകം വലുതായിട്ടൊന്നും മാറിയിട്ടില്ല. ഒരു വന്യപ്രകൃതി, മനുഷ്യരുടെ വളരെ മനുഷ്യത്വമുള്ള പെരുമാറ്റം, ഇതൊക്കെ കാടകത്ത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ നാടൊക്കെ ഏതാണ്ട് സമ്പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു. മുഖത്തേക്ക് നോക്കാത്ത മനുഷ്യരൊക്കെ ധാരാളം ഉണ്ട്. ഞാൻ എൻ്റെ ഐ ലിവ് ഇൻ മൈ ബോഡി എന്നുള്ള നിലയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം എൻ്റെ സാധാരണ ഗ്രാമമാണ്, അങ്ങനെ ഐതറുന്നുണ്ട്. പക്ഷെ കാടകത്തെ മനുഷ്യർ നമ്മുടെ മുഖത്തേക്ക് നോക്കും. ഇവിടെ കാണാത്ത ആളാണല്ലോ, ഞാൻ എന്തെങ്കിലും സഹായം വേണമെന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ചോദിക്കും. അപ്പോൾ കൂടുതലും മനുഷ്യത്വമുള്ള ഒരു സ്ഥലമായിട്ട് കാടകം ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അവിടെ മാഷ് താമസിച്ചിരുന്നു. മാഷ് സ്വന്തമായിട്ട് ഒരു കുടിലുണ്ടായിരുന്നു അവിടെ. സിതാരൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് കുട്ടിക്കാലത്ത്. ശശികാന്ത മാഷ കവിതയിലൊക്കെ പിന്നെ ഇവരൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അക്കാലത്ത് ശശികാന്ത മാഷും പി രാജീവനൊക്കെ ഈ കയ്യൂർ സിനിമയിലെ സ്വപ്നവുമായിട്ട് അവിടെ വന്ന കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ മാഷ് എഴുതിയിട്ടുണ്ട്. ശശിമാഷ ഒരു കവിതയിലും ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ നാടകത്തിൻ്റെ ഒരു സ്ഥലമാണ്. നമ്മുടെ എല്ലാ ഗ്രാമങ്ങളും നാടക ഗ്രാമങ്ങളാണെന്ന് നമുക്കറിയാം. അവിടെ സവിശേഷമായിട്ട് നാടകത്തിൽ താല്പര്യമുള്ള ഒന്നാണ്. അവിടുത്തെ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടും മറ്റുമാണ് മാഷ് നാടകങ്ങൾ എഴുതുന്നത്. അതും പ്രധാനമാണ്. മാഷ് എഴുത്തുകാരനാവാനുള്ള ആന്തരിക പ്രചോദനം എന്നൊക്കെ വലിയ വാക്കില്ലേ, അതൊക്കെ ഉണ്ട്. ആന്തരിക പ്രചോദനം ഇല്ലാതെ എഴുത്തുകാരനാവാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന കാര്യവും പ്രധാനമാണ്. നാടകത്തിന് പ്രത്യേകിച്ച് ജനങ്ങളുമായിട്ടുള്ള ബന്ധം, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നാടകം എഴുതുന്നു, തൻ്റെ സുഹൃത്തുക്കൾ കളിക്കാൻ വേണ്ടി നാടകം എഴുതുന്നു, അതിൽ പുതിയ വിഷയങ്ങൾ പറയുന്നു. എം സുകുമാരനെ പോലുള്ള ആളുകൾ അവതരിപ്പിച്ച സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. എം സുകുമാരൻ മുഖ്യധാരയിൽപ്പെട്ട എഴുത്തുകാരനല്ല, അദ്ദേഹം അധികാരം ജീവിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അന്നും അദ്ദേഹം മുഖ്യധാരയുടെ പരിഗണനയിലുള്ള ആളല്ല. അദ്ദേഹം അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ സവിശേഷമായ ശ്രദ്ധ ആവശ്യപ്പെടുന്ന തീക്ഷ്ണമായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് മാഷ് അവിടെ നാടകം ചെയ്തത്. എം സുകുമാരൻ്റെ ഒരു കഥയുടെ അടിസ്ഥാനത്തിലുള്ള നാടകമാണ് മാഷ് അവിടെ ചെയ്ത ഒരു പ്രധാനപ്പെട്ട നാടകം. പിന്നെ കുട്ടികൾക്ക് വേണ്ടി അവിടെ ഗ്രാമീണ വിദ്യാലയമാണ്. നഗരമായിട്ട് കാസർഗോഡാണ് നഗരം വളരെ ദൂരെയാണ്. അപ്പോൾ നാഗരികമായിട്ടുള്ള അനുഭവങ്ങൾ അവരില്ല, ഒരു ശുദ്ധപ്രകൃതിയാണ്. അവിടെയുള്ള കുട്ടികൾക്ക് നാടകം എന്ന് പറയുന്നത് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു വിദ്യാഭ്യാസ പ്രവർത്തനമാണ്, വളരെ കാര്യമായ വിദ്യാഭ്യാസ പ്രവർത്തനമാണ്. കുട്ടികളെ സർക്കാർമായി ഉണർത്തുക എന്നുള്ളത്, അതിനു വേണ്ടിയിട്ട് ഉള്ള നാടകങ്ങൾ മാഷ് അവിടെ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി എഴുതി അവതരിപ്പിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ശശിമാഷെ എഴുത്തുകാരനാക്കി മാറ്റിയത് ഈ കാടകം എന്നും കാറെടുക്കാന്നൊക്കെ പറയുന്ന ഈ ഗ്രാമമാണെന്ന് പറയാം. ആ ഗ്രാമം മാഷക്കുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. എല്ലാവർക്കും പുതിയ തലമുറ മാഷ കാണാത്തവർക്കും ശശിമാഷ അറിയാം. ഈ മാഷ അവിടുത്തെ ലോക്കൽ മിത്തിൻ്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാം. ഒരു ലോക്കൽ മിത്തിൻ്റെ ഭാഗമാണ് മാഷയുടെ അനുഭവങ്ങൾ, മാഷയുടെ കാലത്തെ കാര്യങ്ങൾ, ശശികാന്തം വന്നത്, ജോൺ അബ്രഹാം വന്നത്, കണ്ണേട്ടൻ്റെ പൂരക്കളി, ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു ആളുകൾ മാഷ പഠിച്ച് വളരെ മുമ്പല്ലേ, അതിന് ശേഷമുള്ള തലമുറ അന്ന് കാണാത്ത ആളുകൾ ഒക്കെ പറയുന്നത് ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാഷ നാടകത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് പ്രൊപ്പഗാൻഡിസ്റ്റ് അല്ല. ഈ കേരളത്തിലെ നാടകങ്ങളുടെ ഒരു
പലപ്പോഴും വളരെ ജനപ്രിയമായ നാടകങ്ങളുടെ തകരാറ് തന്നെ അത് വേണ്ടാത്ത തരത്തിൽ പ്രൊപ്പഗാൻഡിസ്റ്റാണ്. ഈ പ്രൊപ്പഗാൻഡിസ്റ്റിലെ കുഴപ്പമെന്ന് അറിയോ? അത് നമ്മൾ ഈ കേൾവിക്കാരനല്ല, നാടകം കാണുന്നവരെ വില കുറച്ച് കാണുന്ന ഏർപ്പാടാണ്. നമുക്ക് ഈ ഇങ്ങനെയൊക്കെ വളരെ ലൗഡായിട്ട് പറഞ്ഞാലേ മനസ്സിലാവും, സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല എന്ന വിചാരത്തിനാണ് ഈ പ്രൊപ്പഗാൻഡ വേണ്ടി വരുന്നത്. വല്ലാതെ പ്രചരണാത്മകത ആവശ്യമില്ല. കേരളത്തിലെ ആളുകൾക്ക് നാടകത്തിൻ്റെ ഏത് രൂപവും മനസ്സിലാവും. പക്ഷേ പ്രൊപ്പഗാൻഡിസ്റ്റ് നാടകങ്ങൾക്ക് എല്ലാം ലൗഡായി പറയാനുള്ള, ഒച്ചത്തിൽ പറയാനുള്ള ഒരു പ്രവണതയുണ്ട്. അത് വാസ്തവത്തിൽ ഈ കാഴ്ചക്കാരുടെ കഴിവിനെ കുറച്ച് കാണുന്ന ഒരു കാര്യമാണ്. അങ്ങനെയല്ല, അങ്ങനെ നാടകം വേണമെന്ന് ഏതെങ്കിലും ആൾ പറഞ്ഞായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കേരളത്തിൽ വല്ലാതെ വിജയം നേടിയ പല നാടകങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കിയ പോലെ നാടകത്തിൽ രണ്ടും ഉണ്ട്. അതിൽ പ്രൊപ്പഗാൻഡ തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ അത് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും മുങ്ങിപ്പോകും. ഇപ്പം നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കി ആരംഭിക്കുന്നത് ഒരു ഓലയിലാണ്. പക്ഷേ ലോക നാടകവേദിയിൽ ഒരു ഉണങ്ങിയ ഓലയിൽ തുടങ്ങുന്ന ഒരേ ഒരു നാടകം നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കിയായിരിക്കും. ഒരു ഉണങ്ങിയ ഓലയെ ഒരു ഉണങ്ങിയ മനുഷ്യൻ വലിച്ചു കൊണ്ടുവരുന്നതാണ് നാടകത്തിൻ്റെ തുടക്കം. വളരെ മെലിഞ്ഞ ഒരു പഴയ ജന്മി, അയാൾ പരമപിള്ള, അയാൾ ഒരു ഉണങ്ങിയ തെങ്ങോലയുമായിട്ട് വരുന്നു. നാടകം തുടങ്ങുന്നത് വീഴ്ചയിലാണെന്ന് അർത്ഥം. വീഴ്ചയിലാണ്. ആ വീഴ്ച അദ്ദേഹം പിന്നീട് എനിക്ക് വേണ്ടത്ര കഞ്ഞി കുടിക്കാൻ പറ്റുന്നില്ല, എൻ്റെ വീടിൻ്റെ മോൾ ഭാഗമൊക്കെ ദ്വാരം വീണുപോയി, അവിടെ കാക്ക വൃത്തികെട്ട സാധനങ്ങൾ കൊത്തിപ്പോകുമ്പോൾ ആ വൃത്തികെട്ട സാധനം എൻ്റെ കഞ്ഞി, വൃത്തികെട്ട സാധനം നല്ല കേട്ടോ, അത് ഉപയോഗിച്ച് വേറെ വാക്കാം, എൻ്റെ കഞ്ഞിയിൽ വീഴും എന്നൊക്കെ പറയുന്ന വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള, അതാണ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കിയുടെ തുടക്കം. കമ്മ്യൂണിസ്റ്റാക്കി അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഒരു കൊടി ഉയർത്തി പിടിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ വീഴ്ചയിൽ തുടങ്ങുകയും ഉയർച്ചയിൽ അവസാനിക്കുകയും ചെയ്യുന്ന നാടകമാണ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കി. പക്ഷേ ഈ നിലക്കുള്ള സൂക്ഷ്മമായിട്ടുള്ള വായനകൾ കമ്മ്യൂണിസ്റ്റൊക്കെ ഉണ്ടാവുന്നില്ല. കാരണം അതിൻ്റെ പ്രൊപ്പഗാൻഡിസ്റ്റ് അംശം കൂടിപ്പോയതുകൊണ്ടാണ്. ശശിമാഷ നാടകങ്ങളുടെ സവിശേഷത എന്ന് പറയുന്നത് ഈ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് കുറവാണ്. സൂക്ഷ്മമായിട്ടുള്ള മാനുഷിക സംഘർഷങ്ങളെ ആണ് മാഷ് അവതരിപ്പിക്കുന്നത്. ആ മാനുഷിക സംഘർഷങ്ങൾ വ്യക്തിതലത്തിൽ തന്നെ അവസാനിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയമായ ശ്രദ്ധ മാഷ്ക്കുണ്ട്. അതുകൊണ്ട് മാഷുടെ വായനയുണ്ട്. മാഷുടെ തലശ്ശേരി, കണ്ണൂർ, പട്ടാനൂർ, കാറടുക്ക പോലുള്ള പ്രദേശങ്ങളുടെ ജനങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ നേടിയ സവിശേഷ ജ്ഞാനമുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് മാഷ് വളരെ സൂക്ഷ്മമായിട്ടുള്ള നാടകങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങൾ 2 നാടകമാണ് ഒന്നിച്ച് എഴുതിയത്. ആ 2 നാടകങ്ങളെക്കുറിച്ചും എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് 2 രാഷ്ട്രീയ നാടകങ്ങളാണ് എന്നുള്ളതാണ്. ഒന്ന് ഉടമ്പടിക്കോലം എന്നുള്ള നാടകമാണ്. ഞങ്ങൾക്ക് കോളേജിൽ പണ്ട് പഠിച്ച ഡോക്ടർ ഫോസ്റ്റസ് എന്നൊരു നാടകമുണ്ട്. ഡോക്ടർ ഫോസ്റ്റസ് എന്നൊരു നാടകം, അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷമൊക്കെ അറിയാം. സുഖത്തിന് വേണ്ടി ആത്മാവ് വിൽക്കുന്നൊരു മനുഷ്യനെ കുറിച്ചാണത്. എനിക്ക് സുഖം വേണം, അതിൻ്റെ ആത്മാവ് ഞാൻ വിൽക്കുന്നു. കുറച്ച് കരാർ ഏർപ്പെടുന്നു പിശാചുമായിട്ട്. എനിക്ക് എല്ലാ സുഖം തരും, കുറച്ച് കാലം 24 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോകാം. ഇതാണ് നാടകത്തിൻ്റെ. അത് നമ്മുടെ റിനൈസൻസ് എന്നൊക്കെ പറയുന്ന കാലഘട്ടവുമായി ബന്ധപ്പെട്ട നവോത്ഥാന കാലഘട്ടം, പഴയ യൂറോപ്പിലെ അത് ബന്ധപ്പെട്ട ഒരു നാടകമാണ്. സുഖത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ വല്ലാത്ത ആഗ്രഹത്തെ വിമർശിക്കുന്ന ഷേക്സ്പിയറുടെ തലമുറക്കാരനായിട്ട് ഒരാളുടെ നാടകമാണ് ഇത്. മാർലോയുടെ ഷേക്സ്പിയറുടെ ചില നാടകങ്ങൾ മാർലോയുടെ നാടകങ്ങളൊക്കെയുള്ള വാദങ്ങളുണ്ട്. അപ്പോൾ അത് ഞങ്ങളൊരു വിഷയമാണ്. അപ്പോൾ ആ വിഷയം മാഷോട് ഞാൻ പറയണ്ടേ, മാഷ് നാടകം എഴുതാന്നാണ് പറഞ്ഞു. എനിക്ക് അത്രയും ഈ ഘാട്ടുകരാറിൽ ഒപ്പിട്ടു. അപ്പോഴാണ് ഈ പണ്ട് പഠിച്ച, ഞങ്ങൾ കോളേജിൽ പഠിച്ച ഈ നാടകത്തിൻ്റെ സവിശേഷമായിട്ടുള്ള അർത്ഥം മനസ്സിലാവുന്നത്. ഒരു കരാർ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൂഷ്യം നമ്മുടെ എന്തായാലും ഘടന അനുഭവിക്കേണ്ടി വരില്ലേ. അപ്പം ഞാൻ മാഷോട് പറയാണ്, മാഷ് ഈ നാടകം എഴുതണം. മാഷ് എൻ കെ മനോഹറിൻ്റെ കൂടെ നാടകം എഴുതി പരിചയമുള്ളതാണ്. മാഷോ നമുക്ക് ഒന്നിച്ചെഴുതാം. ഞാൻ നിമിഷം വരെ ഞാൻ നാടകക്കാരനാണെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ നാടകം എഴുതാൻ പറ്റുന്ന ഒരു കൈയാണ് എൻ്റെ എന്ന് തോന്നിയില്ല. മാഷ് പറഞ്ഞു നമുക്ക് ഒന്നിച്ചെഴുതാം. അങ്ങനെ ഞാൻ ഒന്നിച്ചെഴുതിയ നാടകമാണ് ഉടമ്പടിക്കോലം എന്ന് പറയുന്നത്. അത് കണ്ണൂരിലൊരു ലോഡ്ജ് മുറിയിൽ വെച്ചിട്ടാണ് എഴുതിയത്. അതിൻ്റെ ടൈറ്റിൽ പറഞ്ഞ മാഷ് തന്നെയാണ്, ഉടമ്പടിക്കോലം. ഞങ്ങൾ കുറേ ടൈറ്റിൽ ആലോചിച്ചിരുന്നു. അക്കാഡമിയിൽ നിന്ന് മത്സരത്തിന് കൊടുക്കേണ്ട ദിവസമൊക്കെ ഉണ്ടല്ലോ, അവിടെ പെട്ടെന്ന് എഴുതി തീർക്കണം. അങ്ങനെയാണ് ഉടമ്പടിക്കോലം നാടകം എഴുതുന്നത്. ഞാൻ പറയുന്നത് അത് 2 ആളുകളുടെ ചേർച്ച എന്ന് മാത്രമല്ല, അന്ന് ആവശ്യമുള്ളൊരു നാടകം. ഘാട്ടുകരാറിനെ കുറിച്ച് വീരേന്ദ്രകുമാറിൻ്റെ പുസ്തകം വന്നു, ഘാട്ടും കാണാചാരടും. അത് കേരളീയ സമൂഹം ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഈ ഘാട്ടുകരാറിൻ്റെ നന്മയെക്കുറിച്ച് പിന്നെ ഒരു ചർച്ചയും കേരളത്തിലുണ്ടായില്ല. ഒരുപാട് തിന്മയെക്കുറിച്ച് ചർച്ചകളുണ്ടായി. ഭയത്തോടുകൂടി അത് ആളുകൾ നോക്കിക്കാണാൻ വേണ്ടി തുടങ്ങി. പക്ഷേ സാംസ്കാരിക രംഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. ഈ വീരേന്ദ്രകുമാറിൻ്റെ പുസ്തകം ഒഴിച്ചു നിർത്തിയാൽ, അതുപോലുള്ള ചില ലേഖനങ്ങളൊക്കെ ചിന്തയിലൊക്കെ വന്ന് ഒഴിച്ചു നിർത്തിയാൽ ഇത് ഒരു വലിയ വിഷയമാണ്. ഇത് ആഗോളീകരണത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന വിഷയമാണെന്നുള്ള നിലക്കുള്ള കാര്യങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ ആണ് ഇങ്ങനൊരു നാടകം ഉണ്ടാകുന്നത്. ആ നാടകം അക്കാഡമിയുടെ മത്സരത്തിൽ കളിക്കുകയും സമ്മാനമൊക്കെ കിട്ടുകയും ചെയ്തു.
കേളു ആണ് മറ്റൊരു നാടകം. കേളു എന്ന് പറയുന്നത് വിദ്വാൻ പി കേളുനായർ എന്ന് പറയുന്ന ആളാണ്. കേളു അദ്ദേഹത്തെ ആരും വിളിക്കാറില്ല. ഈ നാടകത്തിന് വേണ്ടി നഗ്ന കേളുവിനെ നമ്മൾ അവതരിപ്പിച്ചാണ് കേളു. അതായത് അദ്ദേഹത്തെ കേളുവേട്ടെന്നോ കേളു മാഷെന്നോ കേളുനായരെന്നൊക്കെ വിളിക്കുക. അല്ലാതെ കേളു ആരും വിളിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അമ്മ വിളിച്ചിട്ടുണ്ടാവും, അച്ഛൻ വിളിച്ചിട്ടുണ്ടാവും. അല്ലാതെ കേളു ആരും വിളിക്കാറില്ല. അപ്പം ഞങ്ങൾ നഗ്നനായിട്ടുള്ള കേളുവിനെ അവതരിപ്പിക്കാനാണ് ആ നാടകത്തിൽ ശ്രമിച്ചത്. വാസ്തവത്തിൽ ഞങ്ങളുടെ ആത്മകഥ കൂടിയാണ്. സാമൂഹ്യമായിട്ട് താല്പര്യങ്ങൾ എന്തുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, ഇതാണ് വിഷയം. നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ഉത്കണ്ഠകളില്ലേ, ആരും ശ്രദ്ധിക്കുന്നില്ല. ആളുകൾ ഇയാണ് നമ്മുടെ ശമ്പള സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റുക വിലയിരുത്തൽ, അല്ല അവാർഡിൻ്റെ അടിസ്ഥാനത്തിൽ. നമ്മുടെ യഥാർത്ഥമായ സംഘർഷങ്ങളില്ലേ, ഓരോ സാമൂഹ്യ പ്രവർത്തകനും, അത് രാഷ്ട്രീയ പ്രവർത്തകനായാലും കലാകാരനായാലും കലാകാരിയായാലും, അവരുടെ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളില്ലേ, വിഷമങ്ങളില്ലേ, തീരുമാനങ്ങളില്ലേ, അല്ലെങ്കിൽ നിലപാടുകളില്ലേ, അല്ലെങ്കിൽ സാഹസികതകളില്ലേ, ഇതിനെയൊന്നും ശ്രദ്ധിക്കാത്ത ഒരു സമൂഹം ആയി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവാർഡിൻ്റെ പേരിലും മറ്റുമാണ് ആളുകളെ കേരള ക്വിസിനൊക്കെ ചോദിക്കുന്നത് അല്ലേ. ക്വിസ് മാത്രമല്ല, എല്ലാവരും അവാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, ഒരാളുടെ യഥാർത്ഥവും ഉൾക്കണ്ട എന്താണ്, അവാർഡൊക്കെ അവിടെ കിടക്കും. ഏത് അവാർഡ് കൊടുത്താൽ ശശിമാഷപ്പോൾ ആളെ ക്ഷീണിപ്പിക്കാൻ പറ്റില്ല. ആരും യഥാർത്ഥ എഴുത്തുകാരനെ ക്ഷീണിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ എം മുകുന്ദൻ്റെ വീട്ടിൽ പണ്ടെടുക്കാൻ ഒരാവശ്യത്തിന് പോയി. അപ്പോൾ മൂലൊക്കെ കുറേ അവാർഡിന് ശില്പം വെച്ചിട്ടുണ്ട്. ഇത് വെറുതെ ഞാൻ ഒന്നും ചോദിച്ചൊന്നുമില്ല, അത് സംസാരിച്ചൊന്നുമില്ല ഈ വിഷയത്തെക്കുറിച്ച്. കുറേ അവാർഡ് കിട്ടിയ പ്രധാനപ്പെട്ട അവാർഡാണ്, ഏതൊക്കെ അവാർഡ് ഞാൻ പറയുന്നില്ല, വളരെ പ്രധാനപ്പെട്ട അവാർഡുകൾ. അതിൻ്റെയൊക്കെ ഈ ശില്പങ്ങളുണ്ടല്ലോ, ശില്പങ്ങളൊക്കെ മൂലയ്ക്ക് ഇട്ടിട്ടുണ്ട്. അതൊരു പ്രതീകാത്മകമായിട്ടുള്ള പ്രവർത്തനമായി. ഇതിനൊക്കെ ഈ പ്രാധാന്യമുണ്ട്. പക്ഷെ അതിനപ്പുറത്തെ പ്രാധാന്യമില്ല, ഒരു ഘട്ടത്തിനപ്പുറത്തെ പ്രാധാന്യം അതിനില്ല എന്ന് തോന്നി. ഞാൻ പറയുന്നത് യഥാർത്ഥമായിട്ട് ഉത്കണ്ഠകൾ തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളത് കലാകാരികളുടെയും കലാകാരന്മാരുടെയും എക്കാലത്തെയും വിഷയമാണ്. അവരുന്നയിക്കുന്ന യഥാർത്ഥമായ വിഷയങ്ങൾ സൂക്ഷ്മമായിട്ട് തിരിച്ചറിയപ്പെടുന്നില്ല. ഇതാണ് കേളുനായരുടെ ദുരന്തം. കേളുനായർ 29ാമത്തെ വയസ്സിൽ മരിച്ചതല്ല, ആത്മഹത്യ ചെയ്താണ്. 29 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മിഷൻ എന്താണ്, തൻ്റെ ദൗത്യം, സമൂഹത്തിൽ എന്തുകൊണ്ടാണ് താൻ പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും അതിൻ്റെ യഥാർത്ഥ വ്യാപ്തിയിൽ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നില്ല. ഇത് എക്കാലത്തെയും കലാവിഷയമാണ്, എഴുത്തുകാരുടെ സാഹിത്യകാരന്മാരുടെ വിഷയമാണ്. തങ്ങളെ തിരിച്ചറിയുന്നത് ഈ പറഞ്ഞ പോലുള്ള പുസ്തകത്തിന് എണ്ണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ആക്കുന്നുണ്ടോ എന്നുള്ള കാര്യം, അവാർഡ് കിട്ടുന്നതോ എന്നുള്ള കാര്യം, സിനിമയാവുന്നതോ എന്നുള്ള കാര്യം, ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ടാണ് എഴുത്തുകാരെ പലപ്പോഴും തിരിച്ചറിയുന്നത്. അതല്ലല്ലോ പ്രധാനം. അതൊക്കെ പ്രധാനമാണ്, പക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേറെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് കേളുനായരുടെ കാലത്ത് ഈ അവാർഡോ ഇങ്ങനത്തെ ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് തിരിച്ചറിയേണ്ടത് ഈ നിലക്ക് മാത്രമാണ്, പക്ഷെ തിരിച്ചറിയുന്നില്ല. അപ്പോൾ സമൂഹം തന്നെ തിരിച്ചറിയുന്നില്ല എന്ന മഹാദുഃഖത്തിൽ അസ്തമിച്ചു പോയ ഒരാളാണ് കേളുനായർ. അതുകൊണ്ട് കേളുനായരുടെ കഥ 1929 ഒരു പഴങ്കഥയല്ല, അത് എക്കാലത്തെയും കലാകാരന്മാരുടെ വിഷയമാണെന്നുള്ള മട്ടിൽ ആണ് ഞങ്ങൾ ആ നാടകത്തിൽ സ്വീകരിച്ചത്. അത് ഞങ്ങൾക്കൊരു തർക്കമില്ലാതെ ആ നാടകം എഴുതി പൂർത്തിയാക്കാൻ വേണ്ടി പറ്റി. കാരണം ഈ വിഷയം രണ്ടുപേരും ഒരേപോലെ സ്വീകരിക്കുന്ന വിഷയമായതുകൊണ്ട്, രണ്ടുപേരും ഒരുപോലെ അനുഭവിക്കുന്ന മനസ്സിലാക്കുന്ന വിഷയമായതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ അത് തീർക്കാൻ വേണ്ടി സാധിച്ചു. അത് പറഞ്ഞ പോലെ കുറച്ചൊക്കെ ശ്രദ്ധിക്കപ്പെട്ട നാടകം, ധാരാളം സ്ഥലത്ത് കളിക്കാനൊക്കെ പറ്റി. ഞാൻ പറയുന്നത് മാഷുടെ ഭാഷയെക്കുറിച്ച് കൂടിയാണ്. മാഷുടെ ഭാഷ വളരെ കാവ്യാത്മകമാണ്. മാഷുടെ പ്രസംഗം ഇവിടെ നിങ്ങൾ ഇപ്പോൾ എത്ര നേരമാണ് സംസാരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും മാഷ് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ തന്നെയും അത് കാവ്യാത്മകമാണ്. കാവ്യാത്മകം എന്ന് പറഞ്ഞാൽ ഈ സിനിമാ പാട്ടിലെ വാക്കുകൾ ഉപയോഗിക്കുക എന്നല്ല, ഏറ്റവും ആത്മാർത്ഥമായി പറഞ്ഞാൽ കാവ്യാത്മകമായിരിക്കും. യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു, കമ്മ്യൂണിസം എന്ന ഭൂതം. ഇത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ആദ്യത്തെ ഭാഗമാണ് ഇല്ലേ, അത് കാവ്യാത്മകമാണ്. ആളുടെ ശ്രദ്ധ അത്രയേ ഉള്ളൂ. യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു, കമ്മ്യൂണിസം എന്ന ഭൂതം, അത്രയേ ഉള്ളൂ. ആണ് ഇദ്ദേഹത്തിന് ഫോക്ലോറിൽ വലിയ താല്പര്യമുണ്ട്. മാർസിൻ്റെ ഫോക്ലോർ പഠനങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഫോക്ലോർ താല്പര്യമുള്ള ആളാണ് മാർസ്. അപ്പോൾ ആ ഫോക്ലോർ ധാരണ അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നാടകീയമായി തുടങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നാടകീയതയുടെയും സംവാദാത്മകതയുമായ സൂക്ഷ്മ ഭാഷയെ നമ്മൾ കാവ്യാത്മകത എന്ന് പറയുന്നത്, അല്ലാതെ വളരെ ആലങ്കാരികമായിട്ടുള്ള പദങ്ങൾ, കാവ്യാത്മകമായ പദങ്ങൾ ഉപയോഗിക്കുന്ന നിലക്കല്ല. മാഷുടെ എഴുത്തായാലും മാഷുടെ പ്രസംഗമായാലും ഒക്കെ ഈ ഒരു സംഗതിയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്, നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരാണ് യഥാർത്ഥ ആധുനികർ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഈ പ്രസംഗത്തിൽ ഏറ്റവും കാര്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. അപ്പോൾ എനിക്ക് പുതിയ ഉടുപ്പുകളും പാൻറ്റും ഫോണും അല്ലേ,
ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കല്യാണം കഴിച്ചത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം, എൻ്റെ ഉറ്റ ബന്ധുക്കൾ ആരാണ് എന്ന ചോദ്യം, ഈ ചോദ്യത്തിന് മുമ്പിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ ആധുനികരല്ല മനസ്സിലാവും. നമ്മുടെ 2 തലമുറ അപ്പുറമുള്ളവരുടെ ഏറ്റവും അടുത്ത ആൾക്കാരാരാണ്, അവരുടെ അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ. ഞാൻ വളച്ചു കെട്ടാൻ നേരങ്ങൾ പറയാം. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ആധുനികനായിട്ടുള്ളൊരു മനുഷ്യൻ ശശിമാഷാണ്. എനിക്ക് നിങ്ങളുടെ എല്ലാവരെയും ബയോഡാറ്റ അറിയില്ല എങ്കിലും ഞാൻ മാഷ് ആ ആദ്യഭാഗം നിങ്ങൾ വായിച്ചു കളഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പറയുന്നില്ല. മാഷ് വളരെ ആധുനികനായ ഒരാളാണ്. മാഷ് പുതിയ ജ്ഞാനം ഉൾക്കൊള്ളാൻ തയ്യാറാണ് ഒന്ന്. മറ്റൊന്ന്, മാഷ് വിശ്വസിക്കുന്നത് ഈ പറയുന്ന ബന്ധുത്വം, കുടുംബ ബന്ധുത്വം എന്നൊരാശയത്തിലേ അല്ല. മാഷിക്ക് കുടുംബ ബന്ധുക്കൾ കാര്യമായിട്ട് മാഷ് ഉണ്ടാവില്ല എല്ലാവർക്കും, അല്ലാതെ അവരിൽ ചാരി നിൽക്കുന്ന ഒരാളല്ല മാഷ്. മാഷ് അങ്ങനെയുള്ള ആളല്ല. മാഷ് സുഹൃത്തുക്കളിൽ വിശ്വസിക്കുന്ന, സൗഹൃദത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ മീറ്റിംഗ് തുടങ്ങും, ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങുമ്പോൾ എന്താണെന്ന് പറഞ്ഞ ഓർമ്മയില്ല, സുഹൃത്തുക്കളെന്ന് പറഞ്ഞിട്ടുണ്ടോ, സഹക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടോ, അത് വെറുതെ പറയുന്നതല്ല. നമ്മൾ കേട്ട് നമുക്കതിൻ്റെ വിപ്ലവകരമായ അത് ഒരു കാര്യം ആവാതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, അമ്മയെന്നതിൽ അസൽ വാക്കാം നമ്മൾ എല്ലാ ദിവസവും പറയുന്നതുകൊണ്ട് നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. നമ്മൾ ജനിപ്പിച്ച സ്ത്രീയെ ഭാഷ കൊണ്ട് നമ്മൾ അനുസ്മരിക്കുകയാണ്. നമ്മൾ ആരിൽ നിന്നാണോ വന്നത് ആ മനുഷ്യ ഉടലിനെ, ആ മനുഷ്യ മനസ്സിനെ അഭിവാദ്യം ചെയ്യുന്ന വാക്കാണ് അമ്മ. നമ്മൾ ആ നിലക്ക് ആലോചിക്കാറില്ല, നമ്മൾ വെറുതെ ഒരു ഒച്ചയായിട്ടാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സുഹൃത്തുക്കളെ നല്ല വാക്കാൻ, സഖാക്കളെ നല്ല വാക്കാം, വലിയ അർത്ഥമുള്ള വാക്കാം. മാഷ് ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ മാഷ് സൗഹൃദത്തിൻ്റെ വിപ്ലവാത്മകതയിൽ വിശ്വസിക്കുന്ന ആളാണ്. മാഷ് സുഹൃത്തുക്കളെ മാത്രമേ ഉള്ളൂ, ബന്ധുക്കളില്ല. കുടുംബ മാഷ് ചായ നിൽക്കുന്ന ആളല്ല, കുടുംബ മഹത്വം പറയുന്ന ആളല്ല. മാഷ് കുഞ്ഞമ്മ മേസ്ത്രിയെക്കുറിച്ച് പറയും, അദ്ദേഹത്തിൻ്റെ അപ്പം മേസ്ത്രി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് പറയും, നാരായണ ടീച്ചർ എന്ന ടീച്ചറെ കുറിച്ച് പറയും. പക്ഷേ അത് അവരുടെ പ്രവർത്തനത്തെ മുൻനിർത്തിയാണ്. അപ്പം മേസ്ത്രി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരുപാട് മീറ്റിങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ് മാഷുടെ ഈ കുറ്റ്യാട്ടൂരിലെ വീട്. അതൊക്കെ വെച്ച് പറയുന്നത്, അല്ലാതെ ഈ അപ്പം മേസ്ത്രിയുടെ മഹത്വത്തിൽ ചാരി നിൽക്കാനോ ജാതിയിൽ ചാതി നിൽക്കാനോ ഇല്ല. ജാതിയും മതവും ഇല്ലാതെ ജീവിക്കുന്ന ഒരാളാണ് ശശിമാഷ്. ശശിമാഷിക്ക് ഇന്നും ഒരു കൺസേണും ഇല്ല, ഒരു പരിഗണനയും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റ് പലരെക്കാളും, അത് എന്നെക്കാളും തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം, എന്നെക്കാളും 100 മടങ്ങ് ആധുനികനായ ജനാധിപത്യ സംസ്കൃതിയുള്ള ഒരാളാണ് മാഷ്. അതിൻ്റെ പേരിൽ മാഷ്ക്ക് വേറെ അവാർഡ് എന്നത് കൊടുക്കണം. അതാണ്, അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ജാതിയൊക്കെ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ഈ കല്യാണ കത്തെല്ലാം പണ്ട് എത്ര ലളിതായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ വളരെ ഫോർമൽ, വളരെ ഭീകരമായ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കല്യാണ കത്തുകളും എല്ലാ അമ്പല കമ്മിറ്റി, ഇങ്ങനെ എല്ലാ കമ്മിറ്റിയിലും ഇങ്ങനെ വല്ലാണ്ട് ആൾ കൂടിക്കൂടി വരികയാണ് അല്ലേ. ജാതീയത വർദ്ധിച്ച് വരികയാണ്. അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയാണ്. അത് ആധുനികത കൃത്യമായിട്ട് എതിരാണ്. അത് നമ്മുടെ ജനാധിപത്യ സംസ്കൃതിയെ വലിയ പരികൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ശശിമാഷ് ഈ മഹാപ്രളയത്തിനപ്പുറം നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം തൻ്റെ മാനുഷിക സങ്കല്പത്തെ മനുഷ്യൻ നിലനിൽക്കും, സൗഹൃദം നിലനിൽക്കും, ഒക്കെ കോംപ്രേഷൻഷിപ്പ് നിലനിൽക്കുക മനസ്സിലാക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മാഷ്ക്ക് വ്യത്യസ്തമായി ചിന്തിക്കാനും സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്നുള്ള നാടകമുണ്ട്. എന്നത് വരുന്നവരെ ഞാനിങ്ങനെയൊന്നും പറഞ്ഞേക്കുന്ന ആളല്ല കേട്ടോ, എന്നെ തന്നെ പരീക്ഷിക്കുന്ന. അപ്പോൾ മാഷ് ജീവചരിത്രം എന്നൊരു നാടകമുണ്ട്. അതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ അത് ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ്. കാടകം എന്ന് പറയുന്നത് ഗ്രാമത്തിൻ്റെ കഥ. അതിൽ പ്രത്യേക നായകനൊന്നുമില്ല, നായികയുമില്ല. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു നാടകമാണ്. അത് വളരെ ദൃഢമായിട്ടുള്ള തീമും അതിലില്ല. ഗ്രാമത്തിലെ ചിത്രങ്ങൾ ജീവിതത്തിൽ വരുന്ന പരിണാമങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു നാടകമാണ് ജീവചരിത്രം എന്നുള്ള പ്ലേ. അതുപോലെ നാട്ടിലെ പാട്ടുണ്ട്, പച്ചപ്ലാവില എന്നുള്ള പ്ലേ ഉണ്ട്. എനിക്ക് എല്ലാ പ്ലേയുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഹിംസാടനം എന്നുള്ള പ്ലേ വളരെ പ്രധാനമാണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഹിംസയെക്കുറിച്ച് നമ്മുടെ ഭാഷയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നാടകങ്ങളിൽ ഒന്നാണ് ഇത്. ഹിംസ ആണ് ഫാസിസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രയോഗം. ഒരു വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ, സാധാരണ വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ ഹിംസ എങ്ങനെ ഒരു വയലൻസ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു പ്രയോഗമായി മാറുന്നു എന്ന് കാണിക്കുന്ന ഒരു നാടകമാണ് ഹിംസാടനം. വാണിഭം കെ.ടി. മുഹമ്മദിൻ്റെ സൃഷ്ടിയുടെ മറുവശം കാണിക്കുന്ന നാടകമാണ്. സൃഷ്ടിയിൽ മധ്യവർഗത്തിൽ താഴ്ന്ന ഒരു ദരിദ്രനായിട്ടുള്ള ഒരു നാടകകൃത്താണ് വിഷയമെങ്കിൽ ഇത് നേരെ മറിച്ച് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾ, വലിയ സമ്പന്നനായിട്ടുള്ള ഒരാൾ ഫ്ലാറ്റിൽ താമസിക്കുന്നു. പക്ഷെ അവിടുത്തെ ജീവിതത്തിൽ വാണിഭം, കച്ചവടം,
വെറും കേവലമായിട്ടുള്ള പണം എന്ന നിലക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് വാണിഭം എന്നുള്ള നാടകത്തിൻ്റെ വിഷയം. ആമാശി എന്നുള്ള നാടകം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മനോഹരൻ്റെ കൂടെ എഴുതിയ പ്ലേ ആണത്. എം കെ മനോഹരനും മാഷും കൂടിയ ഓർമ്മയെന്ന് പറയുന്നതാണ്. ആ നാടകത്തിലാണെങ്കിൽ വിശപ്പാണ് വിഷയം. വിശപ്പിനെ കുറിച്ച് കെ ടിയുടെ നാടകമുണ്ട്. പക്ഷെ ആ നാടകത്തിൽ വളരെ വ്യത്യസ്തമായിട്ട് വിശപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഭാഷയിലുണ്ടായിട്ടുള്ള ഒരു നാടകമാണ് ആമാശി. ഞാൻ പറയുന്നത് വളരെ വിപുലമായ ഒരിക്കലും ആവർത്തിക്കാതെ നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനപരമായ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് മാഷ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതാൻ മാഷ് സാധിക്കുന്നതിൻ്റെ രഹസ്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ പ്രതിഭയുടെ യഥാർത്ഥ രഹസ്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എങ്കിലും ഒരു കാര്യം പറയാം, മാഷ് വിപുലമായ വായനയുള്ള ഒരാളാണ്. അതിവിപുലമായിട്ടുള്ള വായനയുള്ള ഒരാളാണ്. അല്ലാതെ ഇപ്പോൾ മാഷ് വായനക്കാരൻ തന്നെയാണ്, റെഫറൻസിൻ്റെ ആളല്ല. ആളുകൾ റെഫറൻസ് കൊണ്ടാണ് പണ്ഡിതന്മാരാവുന്നത് പലപ്പോഴും. പക്ഷേ ഇല്ലേ, ഇപ്പോൾ എളുപ്പമാണ്, റെഫർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. വിക്കിപീഡിയ ഒരു വാക്ക് കൂട്ടിയാൽ 10 വാക്ക് കിട്ടും, അത് വെച്ചാൽ നമുക്ക് പണ്ഡിതനാവാം. പണ്ഡിതനാവാനുള്ള എളുപ്പപ്പണികൾ ഇപ്പോൾ ഉണ്ട്. പക്ഷേ മാഷ് പഴയ മട്ടിലുള്ള ഒരു വായനക്കാരനാണ്. പുതിയ പുതിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണ്. ഇപ്പോൾ ഞങ്ങൾ കറണ്ട് ബുക്സിൽ പണ്ട് പഴയ കിഴക്ക് ഭാഗത്തുള്ള കറണ്ട് ബുക്സിൽ ഇരുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. മാഷ് തലശ്ശേരി വിട്ടുപോകാത്തതിൻ്റെ കാരണം തന്നെ കറണ്ട് ബുക്സ് ആണെന്നൊക്കെയുള്ളൊരു ഐതിഹ്യം നിലവിലുണ്ട്. കറണ്ട് ബുക്സ് പറഞ്ഞാൽ ഇവിടുത്തെ പുസ്തകത്തിൻ്റെ അന്തരീക്ഷം ആണ് എന്നുള്ള കാര്യമുണ്ട്. പ്രഭാകരൻ മാഷ പോലെ, മോഹൻരാജ് മാഷ പോലെ, അങ്ങനെ പല അധ്യാപകരും മാഷോട് വളരെയധികം ദയാലുത്വത്തോടെ പെരുമാറുന്ന, അവർക്ക് അതിൻ്റെ അടിസ്ഥാനം ഈ പറഞ്ഞ ജനാധിപത്യ ബോധവും കലാബോധവും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ ഒരു സന്ദർഭം വരെ ഈ തലശ്ശേരി ആയതുകൊണ്ട് പറയട്ടെ. IV ബാബുവിൻ്റെ കല്യാണം, ബാബു മരിച്ചുപോയി, IV ദാസ് മാഷയുടെ മകൻ. കല്യാണം മറ്റെവിടുന്നും ആയിരുന്നു. അന്ന് ദാസൻ മാഷ വീട്ടിൽ പാനൂര് ചെറിയൊരു സൽക്കാരം പോലെ ഉണ്ടായിരുന്നു വൈകുന്നേരം. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രഭാകരനും മോഹൻരാജ് മാഷും പിന്നെ ശശി മാഷും ഞാനൊക്കെ ഇവിടെ സമ്മേളിച്ചു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് പോകുമ്പോഴാണ് ഈ മദ്യം വെക്കുന്ന കടയുടെ മുമ്പിലൊക്കെ വലിയ തിരക്ക്, കോഴി വെക്കുന്ന കടയിലൊക്കെ മുമ്പിലൊക്കെ വലിയ തിരക്ക്, നഗരത്തിൽ പൊതുവെ അസ്വാസ്ഥ്യം. EMS മരിച്ചുപോയി. EMS മരിച്ചു. വല്ലാ ദുഃഖമുണ്ട്. EMS പ്രായമായിട്ടാണ് മരിച്ചത്, എങ്കിലും അപ്രതീക്ഷിതമാണത്. EMS മരിക്കണം ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല. അവിടെ ആളുകൾ അസ്വസ്ഥരായിരുന്നു. പക്ഷേ ആ അസ്വാസ്ഥ്യത്തിൻ്റെ കൂടെ, ആസ്വാസ്ഥ്യം വാസ്തവത്തിൽ EMSൻ്റെ പ്രവർത്തനത്തോടുള്ള ഒരു ഓർമ്മയാണ്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അനുസ്മരിക്കുക അസ്വാസ്ഥ്യം കൊണ്ടല്ലേ, അനുസ്മരണ യോഗം. പിന്നെ നമ്മൾ ഒരു വാർത്ത കേട്ടാൽ പെട്ടെന്ന് നമ്മൾ അനുസ്മരിക്കുക, നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ ഘടന മാറും. അങ്ങനെയുള്ള അസ്വാസ്ഥ്യം ആളുകളുടെ മുഖത്തുണ്ട്. പക്ഷേ ഈ രംഗമുണ്ട്. ഈ രംഗം മാഷ വല്ലാണ്ട് വിഷമിപ്പിച്ചു. ആ വിഷമത്തിൽ നിന്നാണ് അഖിലേന്ത്യാ പ്രശസ്തി നേടിയിട്ടുള്ള ആദ്യ നാടകമായിട്ട് പിന്നെ സിനിമയായിട്ട് വന്ന നെയ്ത്തുകാരൻ എന്ന കലാസൃഷ്ടി ഉണ്ടാകുന്നത്. മാഷുടെ അച്ഛൻ അപ്പമേസ്ത്രി ഒരു നെയ്ത്ത് കമ്പനി നടത്തിയിരുന്ന ആളാണ്, കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. കമ്മ്യൂണിസ്റ്റുകാർ നെയ്യുമ്പോൾ ഭാവിയെ കൂടി നെയ്യും. അവരുടെ പ്രവർത്തനങ്ങളിലൂടെ പാർട്ടിയുടെ ഒരുപാട് സഹാക്കൾ ഇരിക്കുന്നുണ്ട്. ഇവരൊന്നും നെയ്ത്തുകാരല്ല, പക്ഷെ ഇവർ അർത്ഥം നെയ്ത്തുകാരാണ്. ഇവർ ഭാവി മെച്ചപ്പെട്ടൊരു ജീവിതം എന്ന നെയ്ത്ത് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന, സാഹസ്യമായി നടത്തുന്ന ആളുകളാണ് പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ. അപ്പോൾ 2 തരത്തിൽ നെയ്ത്തുകാരനായിരുന്ന ഒരാളാണ് മാഷുടെ അച്ഛൻ. EMS ഒരു നെയ്ത്തുകാരനാണ്. ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള അസാമാന്യമായ കലാവൈഭവത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയാവുന്ന ഒരു ആദ്യം നാടകമായിരുന്നു. നാടകമായിട്ട് മാഷ എഴുതിയത്. നാടകമായിട്ട് കളിക്കുന്നതിന് മുമ്പ് തന്നെ ആ സിനിമയായിട്ട് മാറുകയുണ്ടായി. അതിന് മികച്ച നടനുള്ള സമ്മാനമൊക്കെ മുരളിക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ അത് ഈ ദൃശ്യത്തിനുണ്ടായതാണ്. ഞങ്ങൾ സാക്ഷിയാണ്. ഈ ബാബുവിൻ്റെ കല്യാണത്തിൻ്റെ വൈകുന്നേരം തലശ്ശേരി കണ്ട പല ദൃശ്യങ്ങളും ഒരു ദൃശ്യം ആ ദൃശ്യത്തിന് ഉണ്ടായതാണ്. ഞാൻ പറയുന്നത് ഇത് മാഷുടെ ഇവിടെ അവാർഡ് കൊടുക്കുകയാണ്. മാഷുടെ കലാവ്യക്തിത്വത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സിദ്ധാന്തങ്ങളുടെ ഭാഷ സംസാരിക്കാനാവാത്തതുകൊണ്ടല്ല, വേണ്ടത് വെച്ചിട്ടാണ്. ആര് പുസ്തകം വായിച്ചാൽ കിട്ടുമല്ലോ. ഒരു ദൃശ്യം മാഷ് ബസ്സിൽ നിന്ന് കാണുന്നു, അത്രയേ ഉള്ളൂ. അതൊരു നാടകമായിട്ട് മാറുന്നു. ആ നാടകത്തിൽ സമകാലികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ വരുന്നു. ആ നാടകത്തിൽ ചെറിയ കുട്ടികളുണ്ട്, 20 വയസ്സിൽ താഴെയുള്ള 2 കുട്ടികളുണ്ട്, ആങ്ങളെ പങ്ങളുമാണ്. അവരുടെ ശരീരഭാഷയിൽ വരുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ നമ്മൾ പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ശരീരഭാഷ മലയാള നാടകം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഈ നാടകത്തിലായിരിക്കും. അങ്ങനെ സമകാലികനായി ജീവിക്കുകയും ഉയർന്ന ചരിത്രബോധം വെച്ചു പുലർത്തുകയും ചെയ്യുക എന്നുള്ളത് സാഹസികമായ പ്രവർത്തനം. നിങ്ങൾക്ക് ചരിത്രത്തിൽ ചാരി നിൽക്കാം, സമകാലികം മാത്രമാവാം.
പക്ഷെ നമ്മൾ യഥാർത്ഥം ജീവിക്കേണ്ടത് ചരിത്രബോധം ഉണ്ടാവുകയും സമകാലികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക, ആ നിലക്കാൻ ജീവിക്കേണ്ടത്. ശശിമാഷക്ക് അതുണ്ട്. അതാണ് ശശിമാഷയുടെ സർഗാത്മകതയുടെ ഒരു വലിയ രഹസ്യം, ഒരു കമ്മ്യൂണിസ്റ്റ് രഹസ്യം എന്ന് തന്നെ പറയാം. രഹസ്യം എന്ന് നമുക്ക് അറിയാം. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ജീവിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ ചരിത്രബോധമുണ്ട്. ചരിത്രം എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോഴും, എക്കാലത്തും. അതേസമയത്ത് സമകാലികമായിട്ടുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയുമുണ്ട്. ഇത് രണ്ടും വേണം എന്നുള്ള ഇങ്ങനെയുള്ളൊരു 2 ഡയമെൻഷണൽ ആയിട്ട് ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ള ബോധം അത്യാവശ്യമാണ്. പക്ഷേ ഇന്ന് എൻ്റെ ഇനീഷ്യൽ നിർഭാഗ്യവശാൽ EP എന്നാണ് അല്ലേ. EP എന്നുള്ളത് ഇപ്പോൾ 10-20 കൊല്ലമായിട്ട് അത്ര നല്ല വാക്കല്ല. എറ്റേണൽ പ്രസൻറ്റ് തന്നെ ചുരുക്കാണ് EP. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പുതിയ കാര്യമല്ല. എറ്റേണൽ പ്രസൻറ്റ് പറഞ്ഞാൽ എന്താണ്? നിരന്തരമായ വർത്തമാനം. ഭൂതകാലത്തെക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട, എന്തോ സംഭവിച്ചോട്ടെ, എന്ത് കരുവൂർ എന്ത് കയ്യൂര് ഒന്നും ആലോചിക്കണ്ട, ഒന്നും വിഷയമല്ല. നിങ്ങൾ വർത്തമാനകാലത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുക. EP എറ്റേണൽ പ്രസൻറ്റ്, നിരന്തരമായ വർത്തമാനം മാത്രമാണ് ജീവിതം എന്നുള്ളത് മുതലാളിത്തം വളരെ കാര്യമായിട്ട് ആലോചിച്ച് അവതരിപ്പിച്ച ഒരാശയമാണ്. ആശയത്തിൽ പല ഫോക്ലോർ ഡിപ്പാർട്ട്മെൻറ്റിൽ പൂട്ടി, ഫോക്ലോറൊക്കെ പഠിപ്പിക്കുന്ന വിദേശ ഡിപ്പാർട്ട്മെൻറ്റ് പൂട്ടി, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് പൂട്ടാൻ നിൽക്കുന്നു, ആന്ത്രപ്പോളജി വേണ്ടാന്ന് തീരുമാനമായിട്ടുണ്ട്. ഭൂതകാലത്തെക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. പക്ഷേ ശശിമാഷെ പോലുള്ള കലാപ്രവർത്തകർ, കാവ്യയെപ്പോലുള്ള കഥാകാരികളൊക്കെ ചെയ്യുന്ന കാര്യം അവർ ഭൂതകാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. വർത്തമാനകാലത്തെ പ്രശ്നങ്ങൾ വിദഗ്ധമായി കൈകാര്യം ചെയ്യാനായി നമുക്ക് ഭൂതകാലത്തിൻ്റെ ആവശ്യമുണ്ട്. ആ നിലക്ക് ഉള്ള പ്രവർത്തനമാണ് സാഹിത്യം എപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാഷ്ടെ ഈ സായാഹ്നത്തിലെ ബാബുവിൻ്റെ കല്യാണത്തിന് സായാഹ്നത്തെ വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. മാഷ് തലശ്ശേരിയുടെ ദൈക്ഷണികത ഉൾക്കൊണ്ട ആളാണ്. തലശ്ശേരിക്ക് സവിശേഷമായ ദൈക്ഷണികതയുണ്ട് എന്ന് തലശ്ശേരിക്കാരോട് പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അത് ഉൾക്കൊണ്ട ആളാണ്. തലശ്ശേരിക്ക് പൊതുവെയുള്ള മതേതരത്വത്തിൻ്റെ സംസ്കാരവും മാഷ്ക്കുണ്ട് എന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. തലശ്ശേരിയുടെ അന്തരീക്ഷം എന്ന് തന്നെ പറയാവുന്ന സംവാദാത്മകതയിൽ ഉലച്ചിലില്ലാതെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് ശശിമാഷ്. അതുകൊണ്ട് കൂടിയാണ് ശശിമാഷ് കൂടുതൽ ആധുനികനായിരിക്കുന്നത് എന്ന് പറയുന്നു. ഇനി കാവ്യ അയ്യപ്പനെക്കുറിച്ച് പറയാനുള്ള യോഗ്യത ഞാൻ നേടാനിരിക്കുന്നേ ഉള്ളൂ. കാവ്യയെ കണ്ടു, ഒരു ശതമാനം യോഗ്യത നേടി. പക്ഷെ അവരുടെ രചനകൾ പിന്നെ വായിക്കാനുള്ള സന്ദർഭം വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഒന്ന് പറയാം, മലയാളത്തിലെ ചെറുകഥകൾ ഈ പറഞ്ഞ പോലെ സമാന്തരമായ ചരിത്ര പാഠങ്ങളായി തീർന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ വായിച്ച പോലുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല കഥകൾ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല കഥകൾ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ NS മാധവൻ്റെ അവസാനം വന്ന കഥയുടെ പേര് ഭീമച്ചൻ എന്നാണ്. അതൊരു മുതലയുടെ കഥയാണ്. അതിന് NS മാധവനെ പ്രേരിപ്പിച്ച് CS ഗോപാലപ്പണിക്കർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുള്ള വളരെ ദീർഘമായിട്ടുള്ള ഒരു മുതല നായാട്ട് എന്ന കഥയാണ്. മുതല നായാട്ട് ആ കഥ അദ്ദേഹം സമർപ്പിക്കുന്നത് CS ഗോപാലപ്പണിക്കർക്കാണ്. അത് വളരെ പ്രസിദ്ധമായ കഥയാണ്. പക്ഷേ അതൊരു കേവലമായ മുതല നായാട്ടിൻ്റെ കഥയാണ്. പക്ഷേ ഇത് അങ്ങനെയുള്ള കഥയല്ല. കൊച്ചിയെ ആധാരമാക്കി ഒരു മുതല പ്രവർത്തിക്കുകയാണ്. അവൻ്റെ നാട്ടുകാരിട്ട പേരാണ് ഭീമച്ചൻ. വളരെ ഹിംസാത്മകമായ, ഇപ്പോഴത്തെ ചരിത്രത്തെ ചുരുക്കി പറയണമെങ്കിൽ ഹിംസ എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. ഇന്നത്തെ ഇന്ത്യൻ ചരിത്രത്തെ ചുരുക്കി പറയണമെങ്കിൽ ഹിംസ എന്ന് പറഞ്ഞാൽ മതി. ഇന്ത്യൻ ചരിത്രം ഏതാണ്ട് അതിലൊതുങ്ങും. ഹിംസാത്മകതയെ മുൻനിർത്തി നമ്മുടെ ഭാഷയിലുണ്ടായിട്ടുള്ള ഏറ്റവും ശക്തിയുള്ള കഥകളിലൊന്നാണ് ഈ ഭീമച്ചൻ എന്ന കഥ. ആ ഭീമച്ചനെ വകവരുത്തുന്നത് ആര് എന്നുണ്ട്. ഭീമച്ചനെ വകവരുത്തുന്നത് നല്ല ശരീരബലവും മനോബലവുമുള്ള ഒരു സ്ത്രീയാണ്. സ്ത്രീയാണ് ഈ വൻമുതലയെ വകവരുത്തുന്നത്. പുരുഷൻ്റെ കയ്യിൽ നിന്ന് കുന്തം ഏറ്റെടുത്തിട്ട് ആ മുതലയെ കുത്തിക്കൊല്ലുന്നത് സ്ത്രീയാണ്. ഞാനീ പറയുമ്പോൾ കഥയുടെ ഭംഗിയെല്ലാം പോകുന്നുണ്ട്. നിങ്ങൾ കഥ വായിക്കുക, വായിക്കാത്തവർ വായിച്ചിട്ടുണ്ടാവും മിക്കവാറെല്ലാവരും. അപ്പോൾ അങ്ങനെ NS മാധവനെ പോലുള്ള ഒരു വലിയ എഴുത്തുകാരൻ കൊച്ചിക്ക് സവിശേഷമായൊരു ചരിത്രം ഉണ്ടാക്കുകയാണ്. മാധവൻ NE സുധീർ, അദ്ദേഹം ഏതാണ്ട് തലശ്ശേരിക്കാരനാണല്ലോ. സുധീർ NE ബലറാമിൻ്റെ മരുമകനാണ്. അപ്പോൾ സുധീറിനോടുള്ള ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, എനിക്ക് കൊച്ചിയുടെ ചരിത്രം നിന്ന് നിൽപ്പ് എഴുതാൻ പറ്റും. കൊച്ചിയുടെ ചരിത്രം എനിക്ക് നിന്ന് നിൽപ്പ് എഴുതാൻ പറ്റും. എനിക്ക് കൊച്ചിയുടെ ചരിത്രം നന്നായിട്ട് അറിയാം. കാരണം അത്ര ആത്മവിശ്വാസത്തോടെ അയാൾ പറയില്ല.
അപ്പോൾ എൻ്റെ ചന്തേര ഗ്രാമത്തിൻ്റെ ചരിത്രം ചെറിയ സ്ഥലമാണ്, എനിക്ക് നിന്ന് നിൽപ്പ് എഴുതാൻ പറ്റും ഞാൻ പറയില്ല. പക്ഷേ അത്യന്തം ആത്മവിശ്വാസത്തോടുകൂടി മാധവൻ പറയാണ് എനിക്ക് കൊച്ചിയുടെ ചരിത്രം ഒരു ബുദ്ധിമുട്ടില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ അതല്ല എഴുതേണ്ടത്, അവിടെ ഞാൻ എഴുതാത്തതാണ്. കൊച്ചിയുടെ ചരിത്രത്തെ വളരെ സൂക്ഷ്മമായിട്ട് വ്യത്യസ്ത മതക്കാരുണ്ടാവുന്നു, അവിടെ രാജഭരണത്തിൻ്റെ കാര്യങ്ങൾ, റോഡുകളുടെ കാര്യങ്ങൾ, കെട്ടിടങ്ങളുടെ കാര്യങ്ങൾ, വെള്ളക്കെട്ടിൻ്റെ കാര്യങ്ങൾ, തൊഴിലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നോവലിന് മാത്രം സാധിക്കുന്ന ഒരു സമീപനാണ്. അത് വെച്ചുകൊണ്ട് ആണ് മാധവൻ ഈ കഥ ഭീമച്ചൻ എന്നുള്ള കഥ ഉണ്ടാകും. അത്യം ദൃശ്യാത്മകമാണ്. മാധവൻ്റെ കഥക്ക് നല്ല ദൃശ്യാത്മകതയുണ്ട്. നമ്മൾ കാണുമ്പോൾ മുന്നിൽ കാണുന്ന പോലെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള കഥയാണ്. ഞാൻ ആ കഥയെ കുറിച്ച് പറയുന്നത് മലയാള കഥ വലിയ ഉയരങ്ങളിലാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെന്ത് പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള പേശീബലം മലയാള ചെറുകഥക്ക് കവിതയ്ക്കുള്ളതിനേക്കാളും തീർച്ചയായും കവിതയ്ക്കുള്ളതിനേക്കാളും പിന്നെ കുറച്ച് വിവാദം വന്നാലും തിരക്കേടില്ല, കളികൾ കുകിയാൻ തിരക്കേടില്ല. ഞാൻ പറയും കവിതയ്ക്കുള്ളതിനേക്കാളും ബലം പിന്നെ മലയാളത്തിലെ ചെറുകഥ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കാവ്യയുടെ കഥ ഞാൻ വായിച്ചിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞു, കള്ളം പറയാൻ മടിയുള്ളതുകൊണ്ട്. പക്ഷേ കാവ്യയുടെ കഥയും അങ്ങനെ ആവാതിരിക്കാൻ ഇടയില്ല. കാരണം മലയാള കഥ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പരിണമിച്ചിരിക്കും. നമ്മുടെ ജീവിതം വളരെ പെട്ടെന്ന് അരാഷ്ട്രീയമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സാഹിത്യം കൂടുതൽ രാഷ്ട്രീയമായിക്കൊണ്ടിരിക്കുകയാണ്. അത് വല്ലാത്തൊരു വിഷയമാണ്. സാഹിത്യം ഇന്ന് ആളുകൾ വേണ്ടത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമാണ്. ആളുകൾക്ക് അരാഷ്ട്രീയമായിട്ടുള്ള വിഭവങ്ങളിലാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ആളുകൾ സാഹിത്യം പഴയ പോലെ ശ്രദ്ധിക്കുന്നുണ്ടാവണമെന്നില്ല. സാഹിത്യത്തിൽ ജീവിതത്തിൻ്റെ പുതിയ വിഷയങ്ങൾ, പുതിയ ഉണർവിൻ്റെ വിത്തുകൾ ആളുകൾ കണ്ടുപിടിക്കാൻ മടിക്കുന്നുണ്ടാവും. അവർക്ക് താൽക്കാലികമായിട്ടുള്ള ആനന്ദങ്ങളിൽ താല്പര്യമുള്ള എറ്റേണൽ പ്രസൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് സാഹിത്യത്തിൽ താല്പര്യമുണ്ടാകും. ഇത് അലോസരം ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ സാഹിത്യം വായിച്ചാൽ പിന്നെ നമുക്ക് ഉറക്കം കിട്ടണമെന്നില്ല. നല്ല ഉറക്കം കിട്ടാനുള്ള മരുന്നുകളാണ് നമുക്കിഷ്ടം. അപ്പോൾ സാഹിത്യം ഒരു മൂലക്കേക്ക് മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്ലാൻ മേക്കേഴ്സ്, നമ്മുടെ ആസൂത്രണ വിദ്വാൻമാരൊന്നും സാഹിത്യം വായിച്ചതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറില്ല. വായിക്കേണ്ടതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ടുള്ള ആസൂത്രണ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായിട്ടും സാഹിത്യം വായിക്കണം. വായിച്ചാൽ മാത്രമേ യഥാർത്ഥമായ ജീവിതത്തിലെ വിഷയങ്ങൾ എന്താണ്, IAS ഓഫീസർമാർ പറഞ്ഞു തരുന്ന മാത്രമല്ല ഈ വിഷയങ്ങൾ എന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും അവർ സാഹിത്യം, കവിതയും കഥയും നോവലും നാടകവും ഒക്കെ ചിത്രകലയും സിനിമയും ഒക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ജീവിതത്തിലെ യഥാർത്ഥ വിഷയങ്ങൾ എന്താണ്. ഞാൻ ആരെയും ചൂണ്ടി പറഞ്ഞല്ല കേട്ടോ, എനിക്കറിഞ്ഞൂടാ അദ്ദേഹത്തെ. ഇത് പൊതുവേ ഞാൻ എത്ര സ്ഥലത്ത് പറയുന്ന കാര്യമാണ്. സാഹിത്യത്തിന് അങ്ങനെ ഒരു മൂല്യം കൂടിയുണ്ട്. ഇത് ഇൻഡയറക്റ്റ് നോളജാണ്, പരോക്ഷമായിട്ടുള്ള അറിവാണ് സാഹിത്യം. സാഹിത്യം മാത്രമല്ല, കല പരോക്ഷമായിട്ടുള്ള അറിവാണ്. അതും കൂടി ഉൾക്കൊള്ളും. അവർ മാർക്സ് വലിയ വായന, ലളിതമായി പറഞ്ഞാൽ മാർക്സ് വലിയ വായനക്കാരനായത് ഇതിനു വേണ്ടി കൂടിയാണ്. നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ തരുന്നതിനേക്കാളുള്ള കാര്യങ്ങൾ, ജീവിത കാര്യങ്ങൾ തരാൻ സാഹിത്യത്തിന് സാധിക്കും. ഇറ്റ് ഈസ് മോർ ഹിസ്റ്റോറിക്കൽ ദാൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ചരിത്രത്തെക്കാളും ചരിത്രപരമാണ് പലപ്പോഴും കവിത അല്ലെങ്കിൽ കഥ. ആ നിലയ്ക്ക് മലയാള കഥയ്ക്ക് ബദൽ ജ്ഞാനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള, സമാന്തരമായിട്ടുള്ള ജ്ഞാനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സവിശേഷമായ കഴിവ് ഉണ്ട്. മലയാളത്തിലെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് തലശ്ശേരിയിൽ കൂടി താമസിച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ വേങ്ങര കുഞ്ഞിരാമനാരുടെ ആണെങ്കിൽ അതൊരു കള്ളൻ്റെ കഥയാണ്. മലയാളത്തിലെ ഒന്നാമത്തെ കഥയാണ്, വാശി പിടിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കഥകളിലൊന്ന് അതൊരു കള്ളനെക്കുറിച്ചാണ്. കള്ളനെക്കുറിച്ച് കഥ എഴുതേണ്ട കാര്യം, രാജാക്കന്മാരെ കുറിച്ച് എഴുതേണ്ടത്, മന്ത്രിമാരെ കുറിച്ച് എഴുതേണ്ടത്, ഇതേ കള്ളനെക്കുറിച്ച് എഴുതി. എന്തുകൊണ്ട്? കള്ളൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? കള്ളൻ, നമ്മൾ മാഷന്മാരെല്ലാം ഞങ്ങൾ അല്പബുദ്ധി കൊണ്ട് പറയും, കള്ളൻ ഉണ്ടാവുന്നത് അയാൾ ദുർബുദ്ധി കൊണ്ടാണ്. അല്ല, ഒരു സ്ഥലത്ത് പണം കുഞ്ഞുകൊണ്ടുകൊണ്ടാണ്. അധികാരവും പണവും ഒരു സ്ഥലത്ത് കുഞ്ഞുകൂടുകയും ജനങ്ങൾക്ക് പണം കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് കള്ളൻ ഉണ്ടാവുന്നത്. വേറെ ഭാഷ പറഞ്ഞാൽ സമ്പത്തിൻ്റെ അസന്തുലിതമായിട്ടുള്ള ഒരു സ്ഥാനമുള്ളതുകൊണ്ടാണ് കള്ളൻ ഉണ്ടാവുന്നത്. കള്ളൻ ഇസ് എ സോഷ്യൽ പ്രോഡക്റ്റ്. കള്ളനെ പറ്റി അയാളുടെ അമ്മയച്ഛനൊന്നുമല്ല, കള്ളനെ പറ്റി സമൂഹമാണ്. കള്ളനെക്കുറിച്ച് ഇത് മാർക്സിൻ്റെ വാക്യം കേട്ടോ. കള്ളൻ ഒരു സോഷ്യൽ പ്രോഡക്റ്റാണെന്നുള്ളത് മാർക്സിൻ്റെ വാക്യമാണ്. കള്ളൻ ഉണ്ടാകുന്ന സമൂഹത്തിൽ നിന്നാണ്. അതിൻ്റെ കാരണം ഈ പറഞ്ഞതാണ്, അധികാരവും സമ്പത്തും ചില സ്ഥലങ്ങൾ കുമിഞ്ഞുകൂടും, അത് സന്തുലിതമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നില്ല, ചൂഷണത്തിന് അന്തരീക്ഷം നിലനിൽക്കും. അതുകൊണ്ടാണ് കള്ളൻ ഉണ്ടാകുന്നത്. കേസരി നായനാർക്ക് മാർക്സിനെയൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ കേസരി നായർക്ക് ഇംഗ്ലീഷ് അറിയാം. അത് പിന്നെ തലശ്ശേരിയിലെ സായിപ്പന്മാരുടെ കഥ അടുപ്പമുണ്ടായിരുന്നു, പുതിയ ലോകത്തെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു കള്ളനെ അവതരിപ്പിക്കുന്നത്. രാജശേഷം അനുഭവിച്ചിട്ടുള്ളതിൽ എന്നോളം ഭാഗ്യഹീനന്മാരായി മറ്റാരും ഉണ്ടായിട്ടില്ല. ഒരു കള്ളൻ ഞാൻ എന്നാ പറയുന്നത്. അന്ന് ഞാനൊന്നും പറയാൻ ധൈര്യപ്പെടാത്തൊരു കാലം
കീഴാളരായ മനുഷ്യൻ ഞാൻ നിന്ന് പറയാൻ ധൈര്യപ്പെടാത്ത കാലത്ത് ആണ് ഒരു കള്ളൻ്റെ ആത്മകഥ പോലെ ഒരു കഥ വാസന വികൃതി എന്ന കഥയുണ്ടാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വീട് അടുത്ത കാലം വരെ തലശ്ശേരി ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നു, തലശ്ശേരി എവിടെയുണ്ട്. അദ്ദേഹം തലശ്ശേരിയിൽ എന്തോ അടുത്ത ബന്ധു ഉള്ള ആളാണ് കൃത്യം. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്ന കാര്യം ഇതാണ്. ശശിമാഷ് വളരെ വ്യത്യസ്തനായ ഒരു സാമൂഹ്യ വ്യക്തിത്വമാണ്. പ്രിയപ്പെട്ട ശശിമാഷി
അതുപോലെ തന്നെ കഥാകാരൻ കാവ്യ അയ്യപ്പനെയും ഇ.പി. രാജഗോപാലും പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി കൂടുതലായി ഇതിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ എഴുതിക്കൊണ്ടുവന്ന കാര്യങ്ങൾ പെട്ടെന്ന് വായിച്ചു തീർക്കാം. കണ്ണൂർ ജില്ലയിൽ കുറ്റ്യാട്ടൂരിൽ ജനനം. തലശ്ശേരിയിലെ കൊടുവള്ളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദീർഘകാലം അധ്യാപകൻ. ഇപ്പോൾ മടത്തും ഭാഗത്ത് താമസിക്കുന്നു. പ്രശസ്ത കഥാകാരി എസ് സിതാര മകളാണ്. വലിയ വായനക്കാരൻ, ഗ്രാമജീവിതത്തിൻ്റെ ഉൾത്തുടിപ്പറിഞ്ഞ നാടകകാരൻ, നിരൂപകൻ, തിരക്കഥാകൃത്ത്, അധ്യാപകൻ എന്നീ നിലകളിൽ മലയാളത്തിലെ സമാനതകളില്ലാത്ത സർഗാത്മക വ്യക്തിത്വമാണ് ശ്രീ എൻ ശശിധരൻ. ലോക സാഹിത്യത്തിൻ്റെ ദൈനംദിന പരിണാമങ്ങളെയും ഗതിവിഗതികളെയും അഭിനിവേശത്തോടെ പിന്തുടർന്ന എഴുത്തും വായനയും ഒന്നിനൊന്ന് സമന്വയിപ്പിച്ച് അപൂർവ വ്യക്തിത്വത്തിനുടമയാണ് ഈ എഴുത്തുകാരൻ. ഉത്തര കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ ജീവിതത്തെ അടയാളപ്പെടുത്തിയ മണ്ണിനെ തൊട്ടു നിൽക്കുന്ന പച്ച മനുഷ്യരുടെ അതിജീവന പോരാട്ടങ്ങളെ സൂക്ഷ്മമായി അപഗ്രഥിക്കുന്ന നിരവധി നാടകങ്ങളുടെ രചനയിലൂടെ മലയാള നാടകത്തിൻ്റെ ചരിത്രത്തിൽ ഒളിമങ്ങാത്ത സ്ഥാനം ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്കൂൾ നാടകങ്ങൾക്ക് കൃത്യമായ ശൈലി കൊണ്ടുവന്നത് എൻ ശശിധരനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ നാടകം മരത്തവള രചിച്ചത് കാടകം സ്കൂളിന് വേണ്ടിയായിരുന്നു. പിന്നീട് കാടകം ഫ്രണ്ട്സ് കമ്പയിൻസിന് വേണ്ടിയും വെള്ളൂർ സെൻട്രൽ ആർട്സ് അടക്കമുള്ള നാടക സമിതികൾക്ക് വേണ്ടിയും രചിച്ചത് ചെറുതും വലുതുമായ 35ഓളം നാടകങ്ങളാണ്. ചരിത്രഗാഥ, കളി, രാത്രിയുടെ ഇടയൻ, അനന്തരം, അവനവൻ്റെ അപ്പം, ഉഷ്ണകാലം, അടുക്കള, കേളു, ഇ.പി. രാജഗോപാൽ ചെയ്തിട്ടുള്ള രചന, വാണിഭം, ഹിംസാടനം, രാവണൻ കോട്ട, ഏകാന്തത, പച്ചപ്ലാവില, ജീവചരിത്രം, ജാതിഭേദം, നാട്ടിലെ പാട്ട്, എറഞ്ചിറ ഒരു രാജ്യമാണ്, സങ്കടമോചനത്തിന് ഒരു കൈപ്പുസ്തകം എന്നിവ പ്രധാന നാടകങ്ങൾ. കഥ കാലം പോലെ, മെതിയടി, മഷി, വാക്കിൽ പാകപ്പെടുത്തിയ ചരിത്രം, ഏകാന്തത പോലെ തിരക്കേറിയ പ്രവൃത്തി വേറെയില്ല, പുസ്തകങ്ങളും മനുഷ്യരാണ്, മത്സ്യ മഴ പെയ്യുന്ന സന്ധ്യകൾ, കപ്പൽ ഛേദം വന്ന നാവികൻ എന്നീ ലേഖന സമാഹാരങ്ങളും നെയ്ത്തുകാരൻ, അവനവൻ എന്നീ തിരക്കഥകളും എഴുതിയിട്ടുണ്ട്. ഈ അടുത്തതായി മഹാസങ്കടങ്ങളുടെ നദി എന്ന ആത്മകഥയും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. നെയ്ത്തുകാരൻ നടൻ മുരളിക്കും സംവിധായകൻ പ്രിയനന്ദനും ദേശീയ ബഹുമതി നേടിക്കൊടുക്കുകയുണ്ടായി. 2020 വർഷത്തെ ചരിത്ര അവാർഡ് നിർണയ സമിതിയിലെ അന്തിമ ജൂറി പാനലിലെ അംഗമായിരുന്നു ശ്രീ എൻ ശശിധരൻ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി കാവ്യ അയ്യപ്പൻ. തൃശ്ശൂരിൽ 1999 ജന്മം. അച്ഛൻ കെ അയ്യപ്പൻകുട്ടി, അമ്മ വിലാസിനി. ഗവൺമെൻറ് എൽ പി സ്കൂൾ തുരുത്തിശ്ശേരി, പാറക്കാട്ടവി NSS ഹയർ സെക്കൻഡറി സ്കൂൾ, യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം. 2021 മാതൃഭൂമി വിഷുപ്പതിപ്പ് കഥാമത്സരത്തിൽ 1ാം സ്ഥാനം. 2023 മലയാള മനോരമ മാഗസിൻ കഥാപുരസ്കാരം എന്നിവ നേടി സമ്മാനാർഹമായ കഥയാണ് പാദയാത്രയിൽ. ഈ കഥ ദേശാഭിമാനി വരികയിലാണ് പ്രസിദ്ധീകരിച്ചത്. കാവ്യയുടെ ആദ്യത്തെ കഥാസമാഹാരം ഓണക്കുട്ടി. അതിന് പ്രശസ്ത പത്രപ്രവർത്തകൻ, മാതൃഭൂമി പത്രപ്രവർത്തകൻ സുഭാഷ് ചന്ദ്രനാണ് അതിന് അവതാരിക എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ആഴ്ചത്തെ ഇപ്പോൾ ഞാൻ ഈ അവാർഡൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ആഴ്ചത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കണ്ടപ്പോൾ അതിൽ കാവ്യയുടെ പടമുണ്ട്. കാവ്യ അതായത് ഒരു ഫേസ്ബുക്കിലുള്ള ഒരു കുറിപ്പ്, ഈ രാമോഹൻ പായത്തിൻ്റെ ഒരു പങ്ക്തിയുണ്ട് അതിൽ, അതായത് ഗംഭീരവേഷം. അതിൽ കാവ്യയുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് മുഴുവനായിട്ടും അതിൽ ചേർത്തിട്ടുണ്ട്. അതായത് ശരീരം നിന്ന ബോഡി ഷെയിം, മനുഷ്യനെ അവമാനിക്കുന്ന തരത്തിൽ പെരുമാറുക, പലരും അതായത് ആൾക്കാരെ താഴ്ത്തിക്കെട്ടുക, ജാതീയമായിട്ടും രൂപപരമായിട്ടും ഒക്കെ തന്നെയും താഴ്ത്തിക്കെട്ടുക, അടുത്ത സുഹൃത്തുക്കൾ പോലും താഴ്ത്തിക്കെട്ടുന്നൊരു അനുഭവം. ആ അനുഭവം പിന്നെ കാവ്യമുണ്ടായി. അത് അവർ വിധിവേഷത്തിൽ അവർ അതിങ്ങനെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം പിന്നെ ഞാൻ വായിച്ചതിന് ശേഷമാണ് കാവ്യയുടെ കഥ കുറിച്ച് ആരംഭിക്കുന്നത്.
അപ്പോൾ വളരെ ആത്മാംശമുള്ള കഥയാണ് ഈ പാതിരാത്തല്ലി എന്ന കഥ. അതിൽ ഈ കണ്ണമ്മ എന്ന പെൺകുട്ടി ഒരു തെങ്ങുകയറ്റക്കാരനായ അച്ഛൻ തെങ്ങിൽ നിന്നും വീണ് കിടപ്പിലായപ്പോൾ കയറും തളപ്പും കൈത്തണ്ടയിൽ കോർത്തിട്ട് വെട്ടുകത്തിയുമായി തെങ്ങിൽ കയറുകയാണ്. ശ്രീ സടകുടനി എഴുന്നേൽക്കുന്ന ചിത്രം. തന്നെ ഇല്ലാതാക്കുന്ന ലോകമാണ് ചുറ്റും. അവരോട് അടക്കാനാവാത്ത പക, തൊഴിൽ ജീവിക്കാൻ അനുവദിക്കാതെ നിരന്തരം തന്നെ പലതരത്തിൽ കൊത്തിപ്പറിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലെ ജീവിതം. അവൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ട്. ആശ്വാസത്തിന് വേണ്ടി വൈകുന്നേരങ്ങളിൽ തോട്ടിൻകരയിൽ പോയി വെള്ളത്തിൽ കൈകാര്യം കഴിച്ച് കളിക്കുമ്പോൾ പുഴയിൽ മീൻ പിടിക്കുന്ന കുഞ്ഞാലി എന്ന ചെറുപ്പക്കാരനെ അവൾ കാണുന്നു. കുഞ്ഞാലി അവളുടെ മനസ്സിലേക്ക് പതുക്കെ പതുക്കെ കയറി വരുന്നു. തൻ്റെ കുട്ടിക്കാലത്ത് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കുഞ്ഞച്ഛൻ വളർന്നപ്പോഴും അവളോട് പിറകെയുണ്ട്. അവൾ പ്രതികാരദാഹിയായി പാദയാത്രയിൽ കുഞ്ഞച്ഛനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നു. അതാണ് പാദയാത്രയിൽ. കഥാന്ത്യത്തിൽ കുഞ്ഞാലിയുമൊത്തവൾ ജലക്കീഴിൽ ഏർപ്പെടുന്നു. ഒടുവിൽ ഇരുട്ടിൻ്റെ തുടിയിലേക്ക് ഉള്ളിൽ ഇറങ്ങുന്നിടത്ത് കഥ അവസാനിക്കുന്നു. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ത്രീപക്ഷ രചനയാണ് ഈ കഥ. തന്നെ അപമാനിക്കുന്ന തരത്തിൽ നടത്തുന്നവർക്കെതിരെ അപ്പം അതിന് ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ കാവ്യ പറയുന്നുണ്ട്, ഞാനിനി കേസ് കൊടുക്കാൻ പോവുകയാണ്. എനിക്ക് കാവ്യയോട് പറയാനുള്ളത് കേസല്ല, മൂർച്ചയേറിയ ഇതേപോലുള്ള കഥകളാണ് നമുക്ക് വേണ്ടത്. സമൂഹത്തിലേക്ക് മൂർച്ചയേറിയ കഥകൾ നിങ്ങളിൽ നിന്ന് ഇനിയും ഉണ്ടാവട്ടെ, അതാണ് പരിഹാരം. കാവ്യയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഉത്തരകേരളത്തിലെ സാംസ്കാരിക സാമൂഹിക ജീവിതത്തെ സൂക്ഷ്മമായി അപവർത്തിക്കുന്ന വിശ്വസാഹിത്യവുമായുള്ള ഗാനബന്ധം മലയാളി പുതിയ വിധാനങ്ങളിലേക്ക് വർദ്ധിച്ചത്. ഇദ്ദേഹത്തിന്റെ തിരക്കുകൾ സദസ്സിലും ശക്തിയുടെ ആദ്യമായിട്ട് ഇവിടെ എത്തിച്ചേരുന്നതിൽ അല്പം വിളംബമുണ്ടായി. അതിനാലും നമ്മളെ കുറ്റപ്പെടുത്തിയില്ല എന്ന് തോന്നുന്നു. കാരണം അത്ര സൂര്യാവസ്ഥയാണ് വലിയ ഏതാണ്ട് 3/4 ഭാഗവും പോലാഞ്ഞിട്ട് മഴയും ഒരു ദീർഘദൂരം സഞ്ചരിച്ച് എറണാകുളത്ത് വരികയാണ്. ഇവിടെ എത്തിച്ചേർന്നത് അതിന് പ്രധാന കാരണം ഒരേ ഒരു കാരണം, ശശിമാഷക്ക് ഉപഹാര സമർപ്പണത്തിനുള്ള അവസരം ലഭിക്കുമെന്നുള്ളതാണ്. ഞങ്ങൾ തമ്മിലധികം കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട എൻ്റെ എഴുത്ത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളിലൊന്നും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വളരെ കാര്യമായിട്ട് തന്നെ നേരത്തെ അദ്ദേഹം ഒരു കഥ പറയുകയുണ്ടായി. പാലയാട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 2 ഗവൺമെൻറ് ജോലികൾക്കിടയിൽ വരാനൊരു എനിക്ക് തസ്തിക കണ്ടുപിടിക്കുന്നതിൽ ഗവൺമെൻറ് കുറച്ച് താമസിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 2-3 മാസം ശമ്പളത്തോടു കൂടിയുള്ള ലീവ് കിട്ടി. ഞാനിവിടെ പാലയാട് താമസിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, വഴി 7th കണ്ടിട്ടില്ല. അവിടെ എൻ്റെ വളരെ അടുത്തും സ്കൂൾ 1ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുകയും ഞങ്ങളുടെ ചിന്താസരണിയും കാഴ്ചപ്പാടുകളെല്ലാം ഒരേ സ്രോതസ്സുകളിൽ നിന്നുള്ള വായനയായാലും സാഹിത്യമായാലും ഒരേ സ്രോതസ്സുകളിൽ നിന്നുള്ള
പ്രേരണകൾ കൊണ്ട് രൂപപ്പെട്ടതാണ്. അദ്ദേഹമാണ് 10-15 വർഷം മുമ്പ് അന്തരിച്ച ഡോക്ടർ ടി കെ രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു ഞാൻ താമസിച്ചത്. അതിനുശേഷം 4-5 മാസങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരത്തെത്തുകയും ഈ ഗിറ്റ എന്ന കഥ എഴുതുന്നത്. ഈ കഥ ഞാൻ എഴുതുന്നത് ഏതാണ്ട് 10 വർഷത്തെ നിശബ്ദത കൊണ്ടാണ്. അതിനെന്താണ് കാരണമെന്ന് ഞാൻ വഴിയിൽ വെച്ച് ഷീലാട്ടോമിയോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ കാരണം ഓർത്തെടുക്കുകയായിരുന്നു. ഈ 10 വർഷങ്ങളായിട്ട് എനിക്ക് മലയാള ഭാഷയായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് പറയുന്നത് 80കളുടെ കാലമാണ്. മൊബൈൽ ഫോണില്ല, ടെലിവിഷനില്ല, പത്രങ്ങളില്ല, മലയാളം കേൾക്കുന്നില്ല. പിന്നെ ഞാൻ താമസിച്ചിരുന്ന സ്ഥലം ബീഹാറിൻ്റെ തലസ്ഥാനമായ പട്നയിൽ മലയാളികളും വളരെ കുറവായിരുന്നു. ആകെ ഉണ്ടായിരുന്ന 1-2 യേശുദാസിൻ്റെ കാസറ്റുകൾ. ഇത്തരത്തിൽ മലയാളമായിട്ടുള്ള ബന്ധം ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ്. ആ കാലത്തിൽ ഞാനൊരു കഥാകൃത്തായിരുന്നു എന്ന കാര്യം പോലും മറന്നുപോയി എന്നുള്ളതാണ് സത്യം. എനിക്കതിൽ ഒരു ഇന്നത്തെ പോലെ സാഹിത്യകാരന്മാരൊന്നും അംഗീകരിച്ചിരുന്നൊരു കാലമില്ല. അപ്പോൾ നമുക്ക് ഒരു വേദിയും ഞാൻ കഥ എഴുതിക്കൊണ്ടിരുന്ന കാലത്ത് ഞാൻ ക്ഷണിച്ചിട്ടൊന്നുമില്ല. അപ്പം അതൊരു എല്ലാവരും കുട്ടിക്കാലത്ത് കുറച്ച് കഥ എഴുതും. അത് ആ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്നെ പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. അപ്പോഴാണ് എനിക്ക് തിരുവനന്തപുരത്ത് വയനാട് സർക്കാരിൻ്റെ സമയത്ത് ജോലി ചെയ്യാൻ പഠിക്കുകയും താല്പര്യമുണ്ട് എന്ന് ഗവൺമെൻറ് ചോദിക്കുകയും ഞാൻ വരികയും ചെയ്തു. ഒരു 1-2 വർഷത്തിന് ശേഷം ആണ് ഞാൻ പഴയ പോലെ ഭാഷയിൽ തിരിച്ചെത്തുന്ന. അതിനിടയ്ക്ക് ഒരു പറ്റം വലിയ എഴുത്തുകാർ മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഭാകരനെയൊക്കെ വായിക്കുന്നത് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയതിന് ശേഷമാണ്. അവരുടെ പ്രഭാകരൻ ഏതാണ്ട് 77-78 എഴുതിത്തൊക്കെയാണ്. ഇതുപോലെയുള്ള പല എഴുത്തുകാരും ഞാൻ കണ്ടെത്തുന്നത് തിരിച്ചു വന്നതിന് ശേഷമാണ്. ഭാഷയിൽ ഇത് കുറേയൊക്കെ തർക്കം വരും. അപ്പോഴാണ് ഒരു ദിവസം ഇത്തരത്തിലൊരു കഥ എഴുതണമെന്ന് തോന്നി. അപ്പം അതിന് മുമ്പ് ഞാൻ എഴുതിയിട്ടുള്ള അന്നത്തെ ആധുനിക അല്ലെങ്കിൽ അത്യന്താധുനിക കാലഘട്ടത്തിലെ വിസ്ഫോടാത്മകമായിട്ടുള്ള പുതിയ കഥകൾ അതായിരുന്നു 60കളിലും 70കളിലും കാക്കനാട്, ടിആർ തുടങ്ങി ഒരുപറ്റം വലിയ എഴുത്തുകാർ. എന്തിനു പറയുന്നു, ഈ ആധുനികതയ്ക്ക് വശംവദനായി തകഴി വരെ ആധുനിക ശൈലിയിൽ എഴുതിപ്പോയ ഒരു കാലഘട്ടത്തിലാണ് ഒരുപക്ഷെ എഴുതിയുടെ മഞ്ഞ് ഈ കാലഘട്ടത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു എന്ന് ഞങ്ങൾ പലപ്പോഴും സംവേദിക്കാറുണ്ട്. കഥ ചുരുക്കി പറഞ്ഞാൽ ഈ കഥ എഴുതി ഈ കഥയിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. ഞാൻ എഴുതിയിൽ നിന്നുള്ള വളരെ വ്യത്യാസമുള്ള ഒരു കഥയായിരുന്നു. എന്നാലും ഞാൻ തിരിച്ചയക്കാനുള്ള ഒരു കവറുമായിട്ട് ഈ കഥ മാതൃകയ്ക്ക് അയച്ചു കൊടുത്തത് എങ്കിൽ മഹാനായ പത്രാധിപരായിരുന്നു അദ്ദേഹം. ആ ആഴ്ച പ്രസിദ്ധീകരിക്കേണ്ട കഥ മാറ്റിവെച്ച് ഈ കഥ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പം പ്രസിദ്ധീകരിച്ച് നല്ല കഥയാണോ ചീത്തക്കഥയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് എനിക്ക് തലശ്ശേരിയിൽ നിന്ന് പിറ്റേ ദിവസം കാലത്ത് കഥ വന്നതിൻ്റെ പിറ്റേ ദിവസം കാലത്ത് ഡോക്ടർ ടി കെ രാമചന്ദ്രൻ്റെ ടെലിഫോൺ വന്നു. ശശികുമാർ ഓർക്കുന്നുണ്ടോന്നറിയില്ല. കഥ വായിച്ച ഉടനെ തന്നെ ശശികുമാർ സ്കൂട്ടറുമായിട്ട് രാമചന്ദ്രനെ ചെല്ലിക്കാണുന്നു. കണ്ടിട്ട് ഇത് മാധവൻ്റെ വലിയ തിരിച്ചുവരവാണ് എന്നറിയിക്കുന്നു. അപ്പോൾ രാമചന്ദ്രൻ എന്നെ അറിയിക്കുകയും അതോടുകൂടിയാണ് എനിക്ക് ഒരു ആത്മവിശ്വാസം ലഭിക്കുന്നത്. ഇപ്പോൾ വളരെ ഇത് സംഭവിച്ചിട്ട് എത്ര വർഷങ്ങളായിരുന്നു?
55 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നൽകിയ ആത്മവിശ്വാസത്തിനും ഒരു വലിയ നന്ദിയായിട്ട് കൂടിയാണ് ഈ വരവ് എന്ന് ഞാൻ പറഞ്ഞു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചപോലെ വിസ്ഫോടാത്മകമായ അത്യന്താധുനിക കാലഘട്ടത്തിൽ മലയാള സാഹിത്യം അന്ന് വരെ പിന്തുടർന്ന പല കൈവഴികളും വറ്റി വരളുകയും പുതുനാമ്പുകൾ ഉണ്ടാകുകയും കവിതയും KDS സച്ചിദാനന്ദനും പണിക്കരുമാറ്റ സാധനം തുടങ്ങി വലിയ മറ്റും പുതിയ കവികൾ ഇത് തന്നെ നാടകത്തിൽ ശങ്കരപ്പിള്ള അല്ലെങ്കിൽ തനത് നാടകവേദിയുടെ ആളായി കാവാലൻ നാരായണ പണിക്കർ തുടങ്ങിയത് വിജയൻ നോവലിലും ഈ ആധുനികതയുടെ അനുകരണങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ഇതെങ്ങനെ വായിച്ചെടുക്കണം എന്നറിയിക്കാനുള്ള ഒരു നിരൂപക സമൂഹം കേരളത്തിലുണ്ടായിരുന്നില്ല. മലയാളിയുടെ നവഭാവനയോടുള്ള പ്രതികരണം എന്താണെന്ന് രൂപപ്പെടുത്താനുള്ള നിരൂപക ശൈലി കേരളത്തിൽ വന്നിട്ടില്ല. അതിന് മുൻകൈയെടുത്ത വളരെ അപൂർവം വ്യക്തികളിൽ ഒരാളായിരുന്നു KP അപ്പൻ, നരേന്ദ്രപ്രസാദ്. ആ വഴിയിൽ തൻ്റെ വിദ്യാർത്ഥികളെയും വായനക്കാരെയും മുഴുവൻ പുതിയ കാലത്തിനോട്, പുതിയ എഴുത്തിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹാനായ അധ്യാപകനായിരുന്നു CN ശശിധരൻ. അപ്പം അദ്ദേഹത്തെ ആദരിക്കുന്ന വലിയ ഈ അവാർഡ് വളരെയധികം, ഈ അവാർഡിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ള കുറച്ച് ഈ അവാർഡ് വളരെ വലിയ എഴുത്തുകാർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പത്മനാഭൻ തൊട്ട് പ്രഭാകരൻ വരെ അതിന് സർവ്വതാ യോഗ്യനാണ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൂടെ ഈ പന്ഥാവിൽ കൂടി സഞ്ചരിച്ച് അതിൽ മുന്നോട്ട് പോയ ഇതിലും എനിക്ക് കുറേയൊക്കെ താതാത്മ്യം തോന്നാറുണ്ട്. എഴുത്തുകാരെ പോലെ കാലാനുസൃതമായിട്ട് തന്നെ തൻ്റെ ചോദനകളെ പുതുക്കാൻ ശശി മാഷ് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് വലിയൊരു വായനാ സമൂഹം നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഈ അവാർഡിനെ പറ്റി പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെത്ര കാലം നിലനിൽക്കുമെന്നുള്ളൊരു ആശയം എനിക്കുണ്ട്. ജൂലൈ മാസം 17 ഇരുപതോ പാസാക്കിയല്ല നിലവിൽ വരാൻ പോകുന്ന കേന്ദ്ര സഹകരണ നിയമം കേരളത്തിലെ പ്രബുദ്ധമായ, കേരളത്തിലെയും മഹാരാഷ്ട്ര, തമിഴ്നാട് തുടങ്ങിയ മറ്റുള്ള പല സ്ഥലത്തെയും പ്രബുദ്ധമായിട്ടുള്ള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ തോന്നുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സർഗാത്മക പ്രവർത്തനങ്ങൾ ഭരണഘടനയുടെ ഷെഡ്യൂൾ അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ വിഷയമായ സഹകരണത്തെ ഇപ്പോൾ കേന്ദ്രം കൈകടത്തുകയാണ്. ഇപ്പോൾ അവർ ഇതിനെ തുടർന്ന് അനുവദിക്കുമോ എന്നുള്ള ഒരാശങ്ക ഈ വേദിയിലല്ലാതെ ഞാൻ മറ്റൊരു വേദിയിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുകയില്ല. അങ്ങനെ ഒരു വളരെ കേന്ദ്രീകൃതമായിക്കൊണ്ടിരിക്കുന്ന, അതിൻ്റെ മുകളിൽ തന്നത ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ അവാർഡിനെ ഒരു പ്രതിരോധമായിട്ട് കൂടി കാണുന്നു. അത് ഏറ്റുവാങ്ങിയ ആൾ ഈ പ്രതിരോധത്തിൻ്റെ തന്നെ പ്രതീകമാണ്. പിന്നെ ഇന്നത്തെ മറ്റൊരു പ്രത്യേകത, ഞാൻ വളരെയധികം കാണാൻ ആശിച്ചൊരു വ്യക്തിയുണ്ടായിരുന്നതാണ് കാവ്യായിട്ട്. ഞാൻ സത്യം പറഞ്ഞ ഇന്നലെ മിനിയാന്നോ ചെറിയ
ഓഫീസിലുണ്ടായി ആൾക്കാർ ചോദിച്ചു എവിടുത്തെ ആണ് ഈ കുട്ടി. കാരണം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ രാംമോഹൻ കാവ്യയുടെ ഫേസ്ബുക്ക് കുറിപ്പ് വളരെ സശക്തമായിട്ട് എഴുതിയിരുന്നു. ശശിമാഷിൻ്റെ ഒരു ഉദ്ധരണിയെ എനിക്ക് പറയുന്നു, എനിക്കിവിടെ പറയാനുള്ളൂ. ബോഡി ഈസ് പൊളിറ്റിക്കൽ, ശക്തമാണ്, രാഷ്ട്രീയമാണ് ശരീരം എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇതിനെ അവഗണിച്ച് ഷിറ്റി അനിൽ പറഞ്ഞ പോലെ സർഗാത്മകതയിൽ കൂടി തന്നെ ലോകത്തെ വെല്ലുവിളിച്ച് കീഴടക്കുക ഞാൻ ഇത് കണ്ടുമുട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇനിയും കാണാനുള്ള അവസരങ്ങളാണ് ഉണ്ടായിട്ട് അതൊരുക്കാൻ ഞാനും ശ്രമിക്കാമെന്നുള്ളത് ഞാൻ ഇവിടെ പറയട്ടെ. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അധ്യക്ഷൻ, പ്രിയപ്പെട്ട NS മാധവൻ സാർ, പ്രിയപ്പെട്ട ശശിധരൻ സാർ, കാവ്യ, രാജഗോപാൽ സാർ, ധർമ്മടം ബാങ്കിൻ്റെ പ്രതിനിധികളെ, ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരരെ, സ്നേഹിതരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇങ്ങനെയൊരു വേദിയിലേക്ക് പ്രിയപ്പെട്ട രുക്മിണി ടീച്ചറുടെയും കുമാരൻ സാറിൻ്റെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയിലേക്ക്, അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ശശിധരൻ സാർ പുരസ്കൃതനാവുന്ന വേദിയിലേക്ക് കാവ്യ എന്ന കഥാകാരി നാളെയുടെ വാഗ്ദാനം സമ്മാനിതയാകുന്ന ഈ വേദിയിലേക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി എന്നെ കൂടി, എൻ്റെ സാന്നിധ്യം കൂടി നിങ്ങൾ ആഗ്രഹിച്ചതിലും എന്നെ വിളിച്ചതിലും ഉള്ള എൻ്റെ ആത്മാർത്ഥമായ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തി. ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കറിയാം, തിരുത്തിലൂടെ, ഗീവർഗീസ് അച്ഛനിലൂടെ ഒക്കെ നമ്മുടെ കഥാസാഹിത്യത്തിൽ തൻ്റെതായ ഇടം രേഖപ്പെടുത്തി നമ്മുടെയൊക്കെ മനസ്സിലെപ്പോഴും രാഷ്ട്രീയ കഥകളിലൂടെ, ഇന്നിൻ്റെയും നാളെയുടെയും കഥകളിലൂടെ നമ്മളെ നയിച്ചുകൊണ്ടിരുന്ന NS മാധവൻ സാർ, അദ്ദേഹം ഈ ശശിധരൻ മാഷെ ആദരിക്കുന്നതിനും അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നതിനും ഇവിടെ എത്തിച്ചേർന്നതും ഈ വേദി അദ്ദേഹത്തോടൊപ്പം വായിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. രാജഗോപാൽ സാറിൻ്റെ പ്രസംഗം എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല എന്നുള്ള സങ്കടമുണ്ട്. കാരണം നിങ്ങളെല്ലാം ഒരുപാട് നേരം ഇവിടെ കാത്തിരുന്ന് വിഷമിച്ച് മണത്തുപോയെന്നറിയാം. പക്ഷേ ട്രാഫിക് ബ്ലോക്കും മഴയൊക്കെ കൊണ്ട് അത്രയും നേരം വൈകിപ്പോയി. എങ്കിലും ഇന്ന് ഇപ്പോൾ ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ശശിധരൻ മാഷെ ഞാൻ ആദ്യമായിട്ട് കാണാറ്. സിത്താര എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. ഞങ്ങളാകെ കുറേ കാലമായിട്ട് ഞാൻ ഇവിടെ ഇല്ലാതിരുന്നതുകൊണ്ട്, നാട്ടിലില്ലാതിരുന്നതുകൊണ്ട്, ഇപ്പം നാട്ടിലേക്ക് എത്തിയിട്ട് ഒരു 1.5 വർഷമായിട്ടുള്ളൂ. അതിനിടയിൽ തന്നെ ഒരുപാട് സാഹിത്യോത്സവ വേദികളിൽ ഞങ്ങൾ ഒരുമിച്ച് കാണും, കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കും. ചിലരോട് മാത്രം നമുക്ക് തോന്നുന്ന ഒരു അല്ലാത്തൊരു അടുപ്പമുണ്ടല്ലോ, അങ്ങനെ എന്തൊരു കെമിസ്ട്രി ഞാൻ സിത്താരയും തമ്മിലുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ശശിധരൻ മാഷെ ഞാൻ ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. ഇപ്പം എന്തോ ഒരു നിയോഗം പോലെ ഈ വേദിയിലേക്ക് വക്കീൽ KK രമേശ് വക്കീലിനെ വിളിക്കുകയായിരുന്നു. കാരണം ആകെ ഒരു പ്രാവശ്യം, ശശിധരൻ മാഷക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ഒരു പ്രാവശ്യം മാത്രം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം വല്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് നേരത്തെ മാധവൻ സാർ പറഞ്ഞ പോലെ അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് തന്ന കോൺഫിഡൻസ് അത് ഒത്തിരി വലുതാണ്. ഇനിയും എഴുതണം എന്നുള്ളൊരു ആഗ്രഹവും എഴുത്ത് സ്വീകരിക്കപ്പെടുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കിയത് അന്ന് ശശിധരൻ മാഷ പറഞ്ഞ ചെറിയ ചില വാചകങ്ങളിലൂടെയാണ്. ശശിധരൻ മാഷ് എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തിൻ്റെ മഹാവ്യസനങ്ങളുടെ നദി നേരത്തെ വായിക്കണ്ടായി. ഇപ്പം എനിക്ക് സമ്മാനം കിട്ടുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് വായിക്കണ്ടായി. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പലപ്പോഴും നിങ്ങളെയൊക്കെ പോലെ തന്നെ ഒരു വരികൾ വരുമ്പോഴൊക്കെ വായിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള ഒരു പ്രത്യേകത, ഇപ്പം അദ്ദേഹത്തിൻ്റെ രചനാലോകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്കറിയാം കഥാകാരനോ തിരക്കഥാകാരനോ അല്ലെങ്കിൽ നിരൂപകനോ
അതിനേക്കാളൊക്കെ നിരൂപകരെന്ന് വിളിക്കപ്പെടാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പലപ്പോഴും അദ്ദേഹം എഴുതിയതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു വലിയ വായനക്കാരനോ ഒക്കെ ആയിട്ടുള്ള ഒരു അധ്യാപകൻ, അതിനൊക്കെ ഉപരി എല്ലാ വിദ്യാർത്ഥികളെയും പഠിപ്പിച്ച വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ട ഒരു അധ്യാപകൻ ഈ നിലവിൽ എന്നതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിലൂടെ, ലേഖനങ്ങളിലൂടെ, ഇൻ്റർവ്യൂകളിലൂടെ ഒക്കെ കടന്നുപോയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അടുപ്പം, ഒരു നല്ല മനുഷ്യൻ, നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരേ പാർട്ടിയുടെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും വേലിക്കെട്ടുകൾ സൂക്ഷിക്കാതെ അതെല്ലാം തകർത്തുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ, ഒരുമിച്ച് നിർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ എന്ന ഒരു വികാരമാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിലൂടെ, ലേഖനങ്ങളിലൂടെ, ഇൻ്റർവ്യൂകളിലൂടെ ഒക്കെ കടന്നുപോയപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകാന്തതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഏകാന്തതയെ പോലെ തിരക്കേറിയ പ്രവൃത്തി വേറെയില്ല. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ അതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഏകാന്തതയിൽ ഇരുന്ന് ഏറ്റവും തിരക്കിട്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശശിധരൻ മാഷ്. തൻ്റെ ഏകാന്തതയെ എങ്ങനെ കലാപരമായി പരിവർത്തനം ചെയ്യാം എന്നറിയുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും ഏകാന്തതയിലായിരിക്കുമ്പോൾ നമ്മളെല്ലാം ഡിപ്രസ്ഡായി പോകുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും നമുക്കെല്ലാം ഉള്ളത്. എന്നാൽ ശശിധരൻ മാഷ് നമ്മുടെ തൻ്റെ ഏകാന്തത എന്ന കാഞ്ഞിര മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അതിൻ്റെ തണലും അതിൻ്റെ കുളിർമയും ഒക്കെ ആസ്വദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട അക്ഷരങ്ങളിലൂടെ കടന്നുപോയി ആ വായനയുടെ സൗകുമാര്യം നമുക്ക് കൂടി പകർന്നു തരാൻ വേണ്ടിയുള്ള ഒരു സന്മനസ് അദ്ദേഹം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് കാഞ്ഞിരമരം, ഏകാന്തത ഒരു കാഞ്ഞിരമരമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം കാഞ്ഞിരമരത്തിൻ്റെ തണലൊക്കെ കിട്ടിയാലും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു വല്ലാത്ത ഒരു നഷ്ടബോധമോ അല്ലെങ്കിൽ നമ്മൾ തിരസ്കൃതരാകുന്ന പോലെയുള്ള ഒരു ബോധമോ ഒക്കെ തരുന്നൊരു സംഭവമാണ് ഈ ഏകാന്തത എന്ന് പറയുന്നത്. ആ ഏകാന്തതയെ മലയാളി വായനക്കാർക്ക് വേണ്ടി അക്ഷരങ്ങളിലൂടെ പരിവർത്തിപ്പിച്ച് നല്ല നല്ല വായനയുടെ സുഗന്ധങ്ങൾ, അദ്ദേഹം നിരൂപണം എന്ന് പറഞ്ഞില്ലെങ്കിലും വായനയുടെ ഒരു വസന്തം അദ്ദേഹത്തിനെ കുറിച്ച് ലേഖനങ്ങളിൽ കൂടെ, അതുപോലെ കഥ കാലം പോയി അങ്ങനെ ആ അദ്ദേഹത്തിൻ്റെ ആ സീരീസ് മാധ്യമത്തിൽ വന്നുകൊണ്ടിരുന്ന എന്താണെന്ന് തോന്നുന്നു. അതിലൊക്കെ കഥകളെ അദ്ദേഹം വായിച്ച വിധം, എങ്ങനെയാണ് കഥ എഴുതേണ്ടത് എന്നല്ല, കഥയെ വായിക്കേണ്ടത് എങ്ങനെ ആണ് എന്ന് ഒരു വായനക്കാർക്ക് തരുന്ന ഒരു സന്ദേശം പോലെ പല കഥാകുറിപ്പുകളും എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും പുസ്തകങ്ങളൊക്കെ വായിച്ച് കടന്നു പോകുന്നവരാണ്. പക്ഷെ എങ്ങനെയാണ് പുസ്തകം ഉൾക്കൊള്ളേണ്ടത് അല്ലെങ്കിൽ വായിക്കേണ്ടത് എന്ന് പലപ്പോഴും നമുക്ക് അറിയില്ല എന്നാണ് ഇപ്പോഴത്തെ വായനയുടെ സംസ്കാരം കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. കാരണം പലപ്പോഴും ഒരുപാട് ലക്ഷം കോപ്പികൾ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങൾ നമുക്ക് എന്താണ് തരുന്നത്? അത് നമുക്കൊന്നും തരുന്നില്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമ്മൾക്ക് അതിൽ നിന്ന് ഒന്നും നമുക്ക് ലഭിക്കാനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾക്ക് നമ്മുടെ സംസ്കാരത്തിനെ കെട്ടിപ്പടുക്കുന്ന ഇതാണല്ലോ നമ്മുടെ ഭാഷയുടെ ഒരു കടമ എന്ന് പറയുന്നത്. സാംസ്കാരികമായി എന്തെങ്കിലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെയുള്ള പുസ്തകങ്ങളൊക്കെ പലപ്പോഴും പൊടി പിടിച്ചൊരു മൂലയ്ക്ക് കിടക്കുകയാണ്. അവിടെയാണ് ശശിധരൻ മാഷെ പോലെയുള്ള താമ്പുള്ള വായനക്കാരൻ്റെയും നിരൂപകരുടെയും ഒക്കെ പ്രസക്തി. രാജഗോപാൽ സാറിവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ഒരു പുസ്തകത്തെ എല്ലാവരും സമീപിക്കണമെന്ന് ഇപ്പോൾ നമുക്കറിയാം, എല്ലാം കച്ചവടമാണ് അല്ലെങ്കിൽ വിപണനമാണ്. പുസ്തകം പ്രോഡക്റ്റാണ്. അപ്പം അത് ഏറ്റവും നന്നായിട്ട് അതിന് പബ്ലിസിറ്റി കൊടുക്കുന്നവരുടെ പുസ്തകം ഏറ്റവും ചെലവഴിക്കപ്പെടുന്നു എന്നുള്ളൊരു ദുരവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാധവൻ സാർക്ക് എഴുതുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ പുസ്തകങ്ങൾ അതിൻ്റെ കാമ്പുകൊണ്ട് തന്നെ കഥകളും എല്ലാം നമ്മൾ തേടി ചെന്ന് വായിക്കാനുണ്ടായത്. അതുപോലെ നമ്മൾ അന്വേഷിച്ചെല്ലാം നമുക്കൊരു അവസരം കിട്ടുന്നില്ല. അതിനു മുമ്പ് നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് പുസ്തകങ്ങളും അതിലുള്ള കണ്ടന്റ് അടക്കം. അപ്പോൾ ഒരു പുസ്തകത്തെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ വായിക്കണമെന്നോ ഒക്കെയുള്ള ഒരു അജ്ഞത അല്ലെങ്കിൽ അജ്ഞാനം നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്, വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ശശിധരൻ മാഷെ പോലെ ഉള്ളവർ നൽകുന്നത്. ശശിധരൻ
മാഷൊക്കെ നൽകിയിട്ടുള്ള സംഭാവനകൾ നമ്മൾ എന്നും ഒരു മുത്തുപോലെ ഓർത്തു വയ്ക്കും എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചില ലേഖനങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, അദ്ദേഹം കുറ്റിയാട്ടൂര്, ജനിച്ച സ്ഥലം കാസർഗോഡ് കുറ്റിയാട്ടൂര്. അദ്ദേഹം ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു ദേശം എങ്ങനെയാണ് നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന് ഞാൻ ഒരുപാട് താമസിച്ചിട്ടാണ്, ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് എന്ന് അദ്ദേഹം പറയുന്നത്. കുറ്റിയാട്ടൂർ എന്ന പ്രദേശം കാടും മലയും വയലും ഒക്കെ നിറഞ്ഞ ഒരു കാട്ടുപ്രദേശം. അവിടെ ജനിച്ചു വളർന്ന ആ പ്രദേശത്ത് തന്നെ ഒരു ഭീതിയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു ബാലൻ, ആ പ്രദേശം അദ്ദേഹത്തിൽ സൃഷ്ടിച്ച സ്വാധീനം പിന്നീട് തുടർന്ന് ഒരു വാർദ്ധക്യത്തിൽ പോലും ആ ദേശത്തിൻ്റെ സ്വാധീനം അദ്ദേഹം കൊണ്ടുനടക്കുന്നുണ്ട്. അതെനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ലേഖനം വായിച്ചപ്പോൾ ഈ കുറ്റ്യാട്ടൂര് ഞാൻ ജനിച്ച കല്ലുവയൽ തന്നെ അല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായി. ഏകദേശം കുറ്റ്യാട്ടൂർ പോലെ തന്നെ അത് കാസർഗോഡാണെങ്കിൽ എൻ്റെ ദേശം വയനാട്ടിലെ ഒരു കാട്ടുമുക്കിൽ കാടും വയലും, അവിടെ പുലിയുടെ കാര്യമാണ്, പുലിനെ പിടിക്കാൻ വയ്ക്കുന്ന കൂടുകളെ കുറിച്ചൊക്കെ പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ അടുത്ത് ആനകളായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഏറ്റവും പേടിസംഭവമായിട്ടുള്ള കാര്യം. നമ്മൾ കിടന്നു കഴിയുമ്പോൾ ആനയുടെ ചിഹ്നവിളി കേൾക്കും, ആനയെ ഓടിക്കാൻ വേണ്ടി പടക്കം പിടിക്കുന്നത് കേൾക്കും. അപ്പം കുട്ടികളെ പേടിപ്പിക്കാനൊക്കെ വേണ്ടി പറയുന്നത് പുറത്തിറങ്ങുന്ന ആന വരുമെന്ന് പറഞ്ഞു പേടിപ്പിക്കുന്നത്. നമ്മൾ വേറെ പല കാര്യങ്ങളും പറഞ്ഞ് പല സ്ഥലങ്ങളിലും പല ബിംബങ്ങളാണല്ലോ കുട്ടികൾക്ക് ഭയമുണ്ടാക്കാൻ വേണ്ടി കേൾക്കുന്നത്. ഇവിടെ ആനയായിരുന്നു ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു പേടി സത്യം. അദ്ദേഹത്തിൻ്റെ ദേശത്തെക്കുറിച്ചുള്ള ചില അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ വളരെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളായിട്ട് എനിക്ക് താതാത്മ്യം പറഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്കുള്ള വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ അനുഭവിച്ചതും എൻ്റെ ബാല്യം അനുഭവിച്ചതും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ആ ദേശത്തിൻ്റെ ഒരു താതാത്മ്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ദേശത്തിൽ നിന്ന് ശശിധരൻ മാഷ് ഉൾക്കൊണ്ടതുപോലെ കുറേ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ദേശത്തിൽ നിന്ന് ഉൾക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയുള്ള ചില വൈകാരിക അംശങ്ങൾ, ദേശം നമുക്ക് സമ്മാനിച്ച ആ വൈകാരിക അംശങ്ങൾ നമ്മുടെ ആത്മാവിൽ സൃഷ്ടിച്ച ചില അനുഭൂതികളാണ് നമുക്ക് ശശിധരൻ മാഷിൻ്റെ എഴുത്തിനോട് തോന്നുന്ന ലേഖനങ്ങളോട് അല്ലെങ്കിൽ നിരീക്ഷണങ്ങളോട്, ഒബ്സർവേഷൻസിനോട്, കണ്ടെത്തലുകളോടൊക്കെ തോന്നുന്ന ഒരു ഇഷ്ടത്തിന് ആഹാരം അതാണ് എന്നൊരു തീരുമാനത്തിൽ ഞാൻ എത്തുകയായിരുന്നു. അതുപോലെ വേറൊരു സംഗതി എനിക്ക് ഇഷ്ടമായി തോന്നിയത്, അദ്ദേഹം ഒരിടത്ത് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, കാഫ്കയെ പിന്നെ വേറെയായിരുന്നു കാഫ്കയും ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെയാണ് എനിക്ക് ഈ ഭാസ്കരൻ മാഷയും എനിക്ക് അതുപോലെ ഇഷ്ടമാണ്. അത് വായിച്ചിട്ട് ഞാൻ ആ ലേഖനം വായിച്ചിട്ട് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നു, ഇത് ഞാൻ തന്നെ എഴുതിയ സംഭവമല്ലേ എന്ന് വിചാരിച്ചു പോയി. കാരണം നമുക്കറിയാം, സിനിമാ ഗാനങ്ങൾ, സിനിമാ പാട്ടുകളൊക്കെ ഒരു അരികുവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ അതിനൊരു കനമില്ലാത്തതാണ്, അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിക്ക് നിരക്കാത്തതാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ഒരു സമയത്ത് ഈവൻ എൻ്റെ നോവൽ എഴുതിയപ്പോൾ അതിൽ 1970-കളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോഴും നമ്മൾ ഏറ്റുപാടുന്ന ചില പാട്ടുകളിലെ ചില വരികൾ ഉൾക്കൊള്ളിച്ചപ്പോൾ ചിലർ പറയണ്ടേ, ഈ നോവലിൻ്റെ കനം കെടുത്തിക്കളയും ഈ പാട്ടുകൾ വന്നിട്ട്, എന്തിനാണ് ആ പാട്ട്? ആ നോവലുകൾ സാധാരണക്കാരായ മനുഷ്യരാണ്, നാട്ടുപുറത്തുള്ള പച്ച മനുഷ്യരാണ്. അവരൊന്നും പാട്ട് കേൾക്കുന്നവരാണ്, പാട്ട് പാടി നടക്കുന്നവരാണ്. അപ്പം അവരുടെ ജീവിതം പകർത്തി വെക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ആ പാട്ടുകൾ കടന്നു വരും. ശശിധരൻ മാഷ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാസ്കരൻ മാഷ് കാഫ്കയും തമ്മിൽ, കാഫ്കയെ എനിക്ക് ഇഷ്ടമായതുപോലെ തന്നെ ഈ ഭാസ്കരൻ മാഷ എനിക്ക് ഇഷ്ടമാണ്. ബാബുരാജിൻ്റെയും ചിദംബരനാഥിൻ്റെയും പുകഴേന്തിയുടെയും അല്ലെങ്കിൽ കെ രാഘവൻ്റെയും എം വി ശ്രീനിവാസൻ്റെയും ഒക്കെ ഈണത്തിൽ പുറത്തു വന്ന പാട്ടുകൾ സൃഷ്ടിച്ച വൈകാരിക തലമാണ് ഒരു കാലത്ത് അല്ലെങ്കിൽ എന്നും തന്നെ മുന്നോട്ട് നയിച്ചിരുന്നതെന്ന് ശശിധരൻ മാഷ് പറഞ്ഞപ്പം അത് തീർച്ചയായിട്ടും അത് ഞാൻ എഴുതേണ്ട വരികൾ പോലെ ഞാൻ ആ വാക്കുകളെ ഇഷ്ടപ്പെട്ടു. ഞാൻ പാട്ട് ആസ്വദിച്ചു തുടങ്ങിയത് 80-കളിൽ നമ്മുടെ നക്ഷത്രങ്ങളൊക്കെ, ആ പാട്ടുകളൊക്കെ വന്ന കാലത്ത് ONV-യും കോച്ചൽ കഥകളൊക്കെ എഴുതിയ പാട്ടുകളാണ് ആദ്യം ആസ്വദിച്ചു തുടങ്ങിയെങ്കിലും പിന്നീട് നമ്മുടെ യുവത്വത്തിലേക്കൊക്കെ വന്നപ്പോൾ നമ്മൾ പഴയ കാലത്തിലേക്ക് തിരിച്ചുപോയി ഈ ഭാസ്കരൻ മാഷിൻ്റെ ഒക്കെ വരികൾ, അക്കാലത്തെ കാവ്യ സമാനമായ വരികൾ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന, ഇന്നും എല്ലാത്തിനും മേലെ ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുകളെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചില കുറിപ്പുകൾ അത് എൻ്റെ തന്നെ കുറിപ്പുകളായിട്ട് ഞാൻ കണ്ടെത്തുകയുണ്ട്. അപ്പം അതുപോലെ ഇപ്പോൾ 1-2 കാര്യം പറഞ്ഞത്. പിന്നെ അദ്ദേഹം എഴുത്തുകാരെ പറ്റി വളരെ നല്ല ചില നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, സ്വയം
എഴുത്തുകാർ ആരായാലും ആദ്യം സ്വയം തിരിച്ചറിയണം. സ്വയം തിരിച്ചറിഞ്ഞാലേ, അദ്ദേഹത്തിൻ്റെ വാചകം കേട്ടോ, സ്വയം തിരിച്ചറിഞ്ഞാലേ നമ്മൾ ലോകത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ലോകത്തെ തിരിച്ചറിഞ്ഞാലേ ഒരു സമൂഹവും വ്യക്തിയും തമ്മിലുള്ള സംഘർഷം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ സമൂഹവും വ്യക്തിയും തമ്മിലുള്ള സംഘർഷത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മൗലികമായ സൃഷ്ടികൾ പിറക്കുന്നത്, അല്ലേ? ഏത് മൗലികമായ രചനയും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആത്മാലാപങ്ങളോ അങ്ങനെയൊന്നുമല്ല, നമ്മളും നമ്മുടെ സമൂഹം തമ്മിലുള്ള സംഘർഷത്തിൽ നിന്നാണ് ഏറ്റവും മഹത്വവൽകൃതമായ അല്ലെങ്കിൽ മാഹാത്മ്യമുള്ള രചനകൾ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെയുള്ള ഒരുപാട് ഒബ്സർവേഷൻസ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു ലേഖനങ്ങളിൽ ഞാനത് ഒരു പാഠപുസ്തകം പോലെ ആ അധ്യാപകൻ്റെ മുമ്പിലിരുന്ന് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇതുപോലെയുള്ള ഓരോ ലേഖനങ്ങളിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു മൊഴിമുത്തുകൾ ഞാൻ മനസ്സിലെപ്പോഴും സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതുപോലെ അദ്ദേഹം നിരൂപകരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിരൂപകൻ എന്ന് വിളിക്കപ്പെടാൻ എനിക്ക് ഇഷ്ടമല്ല, ഞാനൊരു നിരൂപകനല്ല. എങ്കിലും നിരൂപകൻ എന്ന് പറയുന്നത് ഒരു കൃതിയെ ചരിത്രപരമായും സാംസ്കാരികമായും ഒരു കൃതി അടയാളപ്പെടുത്തേണ്ടവരാണ് നിരൂപകർ എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. പലപ്പോഴും നല്ല നോവലുകൾ അല്ലെങ്കിൽ നല്ല ഫിക്ഷനൊക്കെ വന്നാൽ പലപ്പോഴും ഇന്ന് വായനക്കാർ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ വായനക്കാരിലേക്ക് എത്തുന്നില്ല. കാരണം നിരൂപകരുടെ ഒരു വലിയ ഗ്യാപ്പ്, വളരെ കുറച്ച് നിരൂപകരെ നമുക്കുള്ളൂ. നല്ല ഒരു കൃതി അതിൻ്റെ കഥ പറയാനോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഷാ സൗന്ദര്യം പറയാനോ മാത്രമല്ല, അതിൻ്റെ ചരിത്രപരവും സാംസ്കാരികവും സാമൂഹികവുമായി അത് എന്ത് നമ്മുടെ നൽകുന്ന കോൺട്രിബ്യൂഷൻ എന്ത് എന്ന് പറയുകയാണ് നിരൂപകരുടെ ഒരു ഉത്തരവാദിത്വം എന്ന് അദ്ദേഹം പറഞ്ഞ വളരെ സത്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഇന്ന് ആളുകൾ കുറവായതുകൊണ്ട് അല്ലെങ്കിൽ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് പല നിരൂപകരും പല പ്രത്യേക എഴുത്തുകാരുടെ എന്താ പറയുക പരസ്യക്കാരായിട്ട് മാറുന്നതുപോലെ ശരിക്കും രാജാവസ്ഥ ക്ഷമിക്കണം, അങ്ങനെ തോന്നാറുണ്ട്. കാരണം ചില എഴുത്തുകാർ അവരെഴുതിയതിനെ വലുതായി കാണിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം പറയാൻ വേണ്ടി മാത്രമാണ് നിരൂപകർ വിളിക്കുന്നത് എന്ന് തോന്നുന്ന അതേ തോന്നൽ ശശിധരൻ മാഷ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞത്, സാംസ്കാരികമായും രാഷ്ട്രീയമായ ഒരു കൃതി എന്താണ് നമുക്ക് തരുന്നത് എന്ന് അടയാളപ്പെടുത്തുകയാണ് നിരൂപകൻ്റെ ഉദ്ദേശം. അല്ലാതെ ഒരു നിരൂപകൻ വായിച്ച ഇംഗ്ലീഷ് പുസ്തകങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി ഇത് അവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അത് ഇവിടെ ഇങ്ങനെയാണ്, അങ്ങനെ ഒരു താരതമ്യ പഠനം മാത്രമാണ്. നിരൂപണത്തിൻ്റെ പല പല ശാഖകളുണ്ടാവും, അതിനെക്കുറിച്ചൊന്നും സൈദ്ധാന്തിക എനിക്ക് അത്ര അറിവില്ല. അപ്പം അത് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ നമ്മൾ എഴുത്തുകാർ ദാസരായിരിക്കണം. ഇന്ന് ആ ഗ്യാപ്പ്, എഴുത്തുകാർ വലിയ എഴുത്തൊരു അധികാര സ്വരൂപമായിട്ട് മാറുന്നുവെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് എഴുത്ത് എന്ന് പറയുന്നത്, എഴുത്തുകാർ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ദാസരായിരിക്കണം. അതായത് സമൂഹത്തിൻ്റെ നാമാണ് എഴുത്തുകാർ. അപ്പം നമ്മൾക്ക് സമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ്, അവർക്ക് പറയാനുള്ളത് എടുത്തു പറയാൻ വേണ്ടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ എഴുത്തിൻ്റെ ഒരു അപ്രമാദിത്വം അല്ലെങ്കിൽ അധികാര രൂപവും ഒക്കെ ആയി മാറുന്നിടത്താണ് പലപ്പോഴും എഴുത്തിലും അല്ലെങ്കിൽ വിപണിയുടെ വക്താക്കളായിട്ട് എഴുത്തുകാർ മാറുന്നിടത്താണ് പലപ്പോഴും നമ്മുടെ എഴുത്തിന് അപജയം സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വളരെ നാട്ടുമ്പുറ മനസ്സ് സൂക്ഷിക്കുന്ന ശശിധരൻ മാഷ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ചക്കയും മാങ്ങയൊക്കെ കാഴ്ച കിടക്കുന്നതാണ്. പറഞ്ഞാൽ എന്ത് സന്തോഷം. അദ്ദേഹം നമുക്കറിയാം, നമ്മുടെ എഴുത്തുകാർ പലരും ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ വേണ്ടിയുള്ള വിഭവങ്ങൾ കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനെ യാത്ര ചെയ്യാത്ത ശശിധരൻ മാഷ് എഴുതാണ്, ഈ ചക്കയും മാങ്ങയൊക്കെ കാഴ്ച കിടക്കുന്ന കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതൊക്കെ എഴുതുമ്പോഴുള്ളത്. അദ്ദേഹം ഈ സ്വന്തം നാടിനെ അല്ലെങ്കിൽ നാടിൻ്റെ സ്പന്ദനങ്ങളെ മനസ്സിലാവാഹിക്കുന്ന, സ്വന്തം എല്ലാവരെയും സ്വന്തം പോലെ കൂട്ടുകാരായി ഒപ്പം കൂടെ കൊണ്ടു നടക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പം പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കവികുട്ടി ഇപ്പോൾ കവിയുടെ കഥകളെക്കുറിച്ചും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ കേട്ടില്ലേ, രാധാമോഹൻ സാർ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ കവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ വായിച്ചിരുന്നു കേട്ടോ. കവിയ നന്നായി. കാരണം ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയതൊന്നല്ല, അത് കുറച്ച് പണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ അതിനെ ചോദ്യം ചെയ്യും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ട്, നോ അങ്ങനെ പറയാൻ പാടില്ല നമ്മുടെ മക്കളൊക്കെ പറയും. പക്ഷേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്നെ ജിറാഫ്, തോട്ടി അങ്ങനെയുള്ള പേരുകളൊക്കെ
എനിക്കുണ്ടായിരുന്നു. മാങ്ങ പറിക്കാൻ കാരണം അന്നും എനിക്ക് ഇതേ ഹൈറ്റ് ഉണ്ട്. 8ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഇതേ പൊക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ മെലിഞ്ഞൊരു പൊക്കക്കാരി നിൽക്കുന്നതാണ്. അങ്ങനെയല്ല. പിന്നെ അന്ന് എൻ്റെ അമ്മച്ചി അവിടെ അധ്യാപികയായിരുന്നതുകൊണ്ട് അതൊന്നും പരസ്യമായിട്ട് വിളിക്കില്ല. എന്നാലും മാറി പിന്നെ ക്ലാസ്സിൽ കുറച്ച് ഷൈൻ ചെയ്ത് നല്ല പട്ടക്കാരി പഠിപ്പിച്ചിട്ടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അധികം പഴി കേൾക്കേണ്ടി വന്നില്ല. എന്നാലും നമ്മൾ കേൾക്കാതെ നമ്മൾക്കൊരു നല്ല നേട്ടം അല്ലെങ്കിൽ ഒരു നല്ല മാർക്കൊക്കെ കിട്ടുമ്പോൾ ആ തോട്ടിക്കാണ് ഇപ്രാവശ്യം 1ാം സ്ഥാനം കിട്ടി എന്നൊക്കെ പറയുന്ന കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ നമ്മുടെ കുഞ്ഞു മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു 12-13 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്ന വിഷമം എന്താണെന്ന് എനിക്കറിയാം. അപ്പം കാവ്യ വളരെ സുന്ദരമായിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാവ്യയുടെ കഥ ഉറവ കുത്തി ശരിക്കും അതിജീവനത്തിൻ്റെ ഉറവ കൊട്ടുന്ന പോലെ ഒരു മനോഹരമായ കഥ. ജാതീയമായ അല്ലെങ്കിൽ വളരെ ഉച്ചനീചത്വങ്ങളുടെ ഇടയിൽ കഷ്ടപ്പെടുന്ന ഒരു നമ്മുടെ പൂർവികരുടെ ഉള്ളിൽ നിന്നും അതിജീവനത്തിൻ്റെ ഉറവ് കിട്ടുന്ന ഒരു കഥയാണ് ഉറവ കുത്തി എന്ന് പറഞ്ഞ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ ആ സമാഹാരത്തിൽ തന്നെയുള്ള ഉണക്കമരങ്ങൾ വളരെ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു കഥയായിരുന്നു. നമ്മുടെ മാധവൻകുട്ടിയുടെ കോലാടിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയായിട്ട് എനിക്ക് ഉണക്കമരങ്ങൾ കിട്ടുന്നു. അതുപോലെ ഒരു തൊഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഇപ്പം കാവ്യയ്ക്ക് അവാർഡ് കിട്ടിയിരിക്കുന്ന കഥയും അതുപോലെ തന്നെ വളരെ മനോഹരമായ പാതിരാത്തല്ല്. അതിലെനിക്ക് തോന്നിയൊരു ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ കണ്ണമ്മയും കുഞ്ഞാലിയും തമ്മിലുള്ള പ്രണയമാണ് കാവ്യയുടെ കഥ. നമുക്കറിയാം, പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. കണ്ണമ്മയും കുഞ്ഞാലിയും ആ പേരുകൾ എന്ന് പറയുന്നത് ഒരു സ്ഫോടന ശക്തിയുള്ള ചില വസ്തുക്കളാണ്. നമുക്കറിയാലോ, ഇന്ന് മനുഷ്യൻ പേരിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ പരസ്പരം ഭിന്നിപ്പിക്കാൻ വേണ്ടി ഫാസിസ്റ്റ് ശ്രമങ്ങൾ ആവോളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കണ്ണമ്മയും കുഞ്ഞാലിയും തമ്മിൽ പ്രണയിക്കുന്ന ഒരു കഥ എഴുതാൻ അതിൻ്റെ എന്താ പറയുക എല്ലാ സൗന്ദര്യാത്മകതയുടെയും കഥ അവതരിപ്പിക്കാൻ കഴിഞ്ഞു പാതിരാത്തല്ലിൽ കാവ്യയിൽ നിന്നും. ഇനിയും ഒരുപാട് മനോഹരമായ കഥകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പം മാഷിൻ്റെ ഒരു ലേഖനത്തിൽ അഡോണോയെ കോട്ട് ചെയ്തിട്ടുണ്ട്. ടു റീഡ് ഇസ് ടു റൈറ്റ് ദ ഫ്യൂച്ചർ. നമ്മൾ വായിക്കുക എന്നാൽ ഭാവിയെ എഴുതുക എന്നതാണ്. വായന വീണ്ടും നമ്മളെ പുതിയ വായനകളിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ ഭാവി കൂടുതൽ മനോഹരമായി എഴുതപ്പെടും. ഓരോ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എഴുതുമ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ നവീകരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നവീകരണം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഒരു പ്രകാശം പരത്താൻ സാധിക്കുന്നത്. കാവ്യയിൽ നിന്നും പ്രകാശം ഇനിയും പരക്കട്ടെ. ശശിധരൻ മാഷിൻ്റെ ലേഖനങ്ങളും കുറിപ്പുകളുമൊക്കെ ഇനിയും ഞങ്ങൾക്ക് വായിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ കേരളത്തിലെ അറിയപ്പെടുന്ന കലാകാരനായ ശ്രീ അനസ്, ഇവിടെ പുരസ്കാര ജേതാക്കളായിട്ടുള്ള ശശിധരൻ മാഷ്, മാലി, കാവ്യ, ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ള ഷീല എന്ന പ്രിയപ്പെട്ട നാട്ടുകാരൻ, ഇത് സംബന്ധിച്ച് വലിയൊരു വിശകലന രീതിയൊന്നും എന്നെപ്പോലുള്ളവർക്ക് ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. വിവർത്തന സാഹിത്യത്തിൻ്റെ ഒരു വലിയ മേഖലയായിരുന്നു ബംഗാളി നോവലുകളുടെ മലയാളാവിഷ്കാരം. അത് വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ സാഹചര്യം ഒരുക്കിയിട്ടുള്ളതിൽ വളരെ സുപ്രധാനിയാണ് എം.വി. കുമാരൻ മാഷ്. അവരുടെ പത്നി സ്വയം തന്നെ കഥകൾ രചിച്ചിട്ടുള്ളവരുമാണ്. ആ കാലഘട്ടത്തിൽ ബംഗാളി സാഹിത്യം ഒന്നാമത് ചരിത്രപരമായി ദുരന്ത ജീവിതം നയിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുള്ള അത്തരം നോവലുകൾ ആ കാലഘട്ടത്തിൽ വലിയ മേഖലയിലെ ഒരു തൊഴിലാളിയാണ് ഞാൻ. ആ സന്ദർഭത്തിലെല്ലാം ഒരുപാട് പിടിക്കവരി ഈ ബംഗാളി നോവലുകൾ വായിക്കാനുള്ള വലിയ രീതിയിലുണ്ടായിരുന്നു.
ഒരു വായനയാണ്, ഒരു തുടർച്ചയായ വായന എന്നുള്ളത് നമുക്കുള്ളത്. ഒട്ടേറെ ചുമതലകളും മറ്റു കാര്യങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം വന്നു ചേർന്നതിൻ്റെ ഫലമായി അത്തരം കാര്യങ്ങൾ വലിയ രീതിയിൽ തുടർന്നു പോകാനായിട്ട് സാധിച്ചിട്ടില്ല. ദൈനംദിനം പത്രവായന മാത്രമാണ് 2 മണിക്കൂർ ഉണ്ടാവുക. മറ്റ് കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നതുകൊണ്ട് അതിന് സാവകാശമില്ല. പക്ഷേ രാജഗോപാലൻ മാഷിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, വായന സുപ്രധാനമാണ്. ഇത് പഞ്ചായത്തിലെ ഭരണാധികാരികൾ മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാണ്. ആ കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും പറഞ്ഞു. അത് നിങ്ങളെ ഭാഗത്ത് ഉണ്ടാകുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരിൽ മുന്നിലെ ഈ സദസ്സിനെ വീക്ഷിക്കുമ്പോൾ എനിക്കറിയാം. ഇവിടെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കുമാരൻ മാഷ് ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ മെമ്പറായിട്ടുള്ള ഒരു പാർട്ടി ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആയിരുന്നു അന്ന് ഞാൻ. അന്ന് പാർട്ടി കെട്ടിപ്പടുക്കൽ കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർ എന്ന പാർട്ടി ബ്രാഞ്ചിൽ മെമ്പറായിരുന്നു. അവരുടെ സംഘടനാ പ്രവർത്തനത്തിൽ പ്രായോഗിക ഏറെക്കുറെ സഹായത്വമൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതെല്ലാ മേഖലയിലും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അത്തരത്തിലുള്ള മഹാരാജന്മാരുടെ ഒരു ബ്രാഞ്ചിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ സാധിച്ചത് എനിക്ക്. അതുപോലെ എംപി ചെറുങ്ങളുടെ പാർട്ടിയുടെ മെമ്പർഷിപ്പുകളുടെ അവരുടെ ഈ പുരസ്കാരം, നാമധേയത്തിലുള്ള ഈ പുരസ്കാരം നമ്മുടെ സർവീസ് സേവനത്തിൻ്റെ തുടർച്ചയായി കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. അതിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനായ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നിതാന്തമായ കുതിപ്പ് തടയിടാനും അത് തകർച്ചയിലേക്ക് കൊണ്ടുപോകാനുള്ള ചില ഗൗരവമായ ഭരണപരമായ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും നമുക്ക് കിട്ടിയ സന്ദർഭങ്ങളെല്ലാം പ്രതിരോധിക്കാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുന്നതാണ് പരിമിതമായ അറിവിനെ സൂചിപ്പിക്കാറുള്ളത്. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒരു സ്വഭാവം പണ്ട് തലമുറയെപ്പോലെ പ്രശ്നങ്ങൾ വന്നു ചേരുന്ന സംസാര വിഷയങ്ങൾ വന്നു ചേരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനോ സംസാരിക്കാനോ അത് ക്ലാരിഫൈ ചെയ്യാനോ പലരും തുണിയുന്നില്ല. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുള്ള ഒരു പ്രയാസം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഉണ്ടായാലും ചായപ്പൊടിയിലും ബാർബർ ഷോപ്പിലും വിവിധ മേഖലകളിൽ ഈ തരത്തിലുള്ള പ്രതിരോധങ്ങൾ വലിയ രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഈ വായനയൊക്കെ ഇവരുടെ സൃഷ്ടികളൊക്കെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇനി ഇത് തുടരാനും സഹകരണ പ്രസ്ഥാനത്തിൽ നിലനിൽക്കാനും ആവശ്യമായിട്ടുള്ള പോരാട്ടം വന്നു ചേരും. അതിനെ തുടർച്ചയായി നമുക്ക് എല്ലാവർക്കും പങ്കാളികളാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുരസ്കാര ജേതാക്കളിലും പുരസ്കാരം സമർപ്പിച്ചിട്ടുള്ള ബഹുമാനായ എംഎസിനെയും ഇവരെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം നൽകിയ പി രാജഗോപാലൻ മാഷിനും ശ്രീ ഷീലാമേടത്തിനെല്ലാം ഇതിൽ ചേർത്ത് വെച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ആദരവ് സമർപ്പിക്കുന്നു. ഇതോടുകൂടി നിങ്ങളുടെ എൻ്റെ പ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയ സുഹൃത്തുക്കൾ, വളരെക്കാലം കേരളത്തിൻ്റെ വടക്കേറ്റത്ത് ഒരു കുഗ്രാമത്തിൽ ജീവിച്ച് അവിടുത്തെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്നെ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് ആ ഗ്രാമവും കാടകം എന്ന് പറയുന്ന ആ ഗ്രാമവും ആ ഗ്രാമത്തിലെ സാധാരണ മനുഷ്യരുമാണ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ പലതുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിച്ചു പോവുകയാണ്. ആ ഓർമ്മകൾ അത്രയും കാടകം എന്ന് പറയുന്ന ആ ഗ്രാമത്തെക്കുറിച്ചാണ്. എൻ്റെ മകൾ സിത്താര ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം. ആ സിത്താരയുടെ ജനനത്തിനും എത്രയോ മുമ്പുള്ള ഒരു കാലം. ആ കാലം വാസ്തവത്തിൽ ആര് ഉണ്ടാക്കിയതാണ്? എവിടെ നിന്നാണ് ആ കാലം ഉണ്ടായത്? അതിൻ്റെ
നേട്ടങ്ങൾ അല്ലെങ്കിൽ കോട്ടങ്ങൾ ഇത് എങ്ങനെയാണ് ഞാൻ തിരിച്ചറിയുക. പിന്നെ ഒരുപാട് സംഭവങ്ങൾ, ജീവിതത്തെക്കുറിച്ചുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ പഠിച്ചത് ആ ഗ്രാമത്തിൽ വെച്ചാണ്. ആ ഗ്രാമത്തിൻ്റെ യഥാർത്ഥ ഒരു വക്താവായി തീരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. പിന്നെ അനുഭവം എന്ന് പറയുന്നത് ഒരാൾക്ക് ആരുടെയും സ്വന്തമായിട്ടുള്ള ഒരു കാര്യമല്ല. എല്ലാ മനുഷ്യർക്കും അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ എങ്ങനെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് അവരുടെ നന്മക്ക് വേണ്ടിയിട്ടും പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളിടത്താണ് വാസ്തവത്തിൽ മനുഷ്യർ എന്ന് പറയുന്ന നിലയിൽ മനുഷ്യരുടെ യഥാർത്ഥമായിട്ടുള്ള സങ്കല്പം നമ്മൾ സൃഷ്ടിക്കുന്നത്. ആ സങ്കല്പത്തിൻ്റെ പടയാളികളാവാൻ വലിയ മനുഷ്യരുടെ ഒരു വലിയ ലോകം കെട്ടിപ്പടുക്കാൻ സാധിച്ചത് തീർച്ചയായും മനുഷ്യരുമായിട്ടുള്ള ചങ്ങാത്തം കൊണ്ടാണ്, അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹത്തിനും സൗഹൃദത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഞാൻ ഒരു ഇപ്പോഴും ഏറെ ബഹുമാനത്തോടെ വായിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം എഴുത്തുകാരെ കാണാനും അവരുമായിട്ടൊരു വേദി പങ്കിടാനും പറ്റിയ ഒരവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിന് ഇതുപോലൊരു പുരസ്കാരം കാരണമായതിൽ ഒരു സന്തോഷം അറിയിക്കുന്നു. രുക്മിണി ടീച്ചറുടെ പേരിലുള്ള ഈ പുരസ്കാരം ഇതിന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറെ സന്തോഷം ആണ്. അതുപോലെ തന്നെ എഴുത്തെന്ന് പറയുന്നത് ഞാൻ എഴുതി വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ എഴുത്തും വായനയിൽ നിന്നതിലേക്ക് ഞാൻ അതിൻ്റെ ആഴം ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്ന് വേണം ഞാൻ തന്നെ സ്വയം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ എഴുതുന്ന ഒരു മികച്ച കൃതികളാണെന്നോ അല്ലെങ്കിൽ ഇവിടെ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള കഥ അത് ഏറ്റവും മികച്ച കഥയാണെന്നോ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നിരന്തരം പുതുക്കിക്കൊണ്ടേയിരിക്കും, തിരുത്തിക്കൊണ്ടേയിരിക്കും. ഇനിയും ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും ബഹുമാനത്തോടെ കണ്ട എസ് മാധവൻ സർ, അതുപോലെ തന്നെ രാജഗോപാലകൃഷ്ണൻ സർ, ശശി മാഷ്, ഷീല ടോമിമ, ഇവരെല്ലാം ഏറ്റവും ആരാധനയോടെ ഇപ്പോഴും വായിക്കുന്ന അവരുമായിട്ടൊരു വേദിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് എനിക്ക് ഇന്ന് കിട്ടിയ അംഗീകാരത്തെക്കാൾ വലുതായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ പുതിയ തിരുത്തലുകളോടെ കൂടുതൽ എഴുത്തിനെയും വായനയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എഴുതുന്നത് എനിക്കൊരു സന്തോഷം തരുന്നതാണ്. എഴുത്തിൽ എവിടെയെങ്കിലും ഞാൻ ആരാധിക്കപ്പെടുകയെന്നോ അല്ലെങ്കിൽ അതിൽ കൊട്ടിഘോഷിക്കപ്പെടുകയെന്നുള്ള ഒന്നല്ല. ഞാൻ എഴുതുന്ന കഥകളോ അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങളോ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ പാതിരാത്രി എന്ന കഥയെക്കുറിച്ചിട്ട് ഞാനത് 2023 എഴുതുന്നത്. അത് എഴുതിയൊരു വർഷം അതെൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു. അതിനുശേഷമാണ് 2024 ദേശാഭിമാനി വാരികയിൽ അത് വരുന്നത്. അപ്പോൾ അത് തിരുത്തലുകൾ വേണം എന്നതുകൊണ്ട് ഒരു വർഷത്തോളം അതെൻ്റെ കയ്യിൽ ഇരുന്ന കഥയാണ്. പക്ഷെ അത് ഈ രീതിയിൽ അംഗീകരിക്കപ്പെടുമെന്നോ അതിലെ കഥാപാത്രങ്ങളെ കുറച്ചാളുകൾ അതിനെക്കുറിച്ച് വന്ന് എന്നോട് സംസാരിക്കുന്നതൊന്നും ഒട്ടും ഞാൻ വിചാരിച്ചതല്ല. പാതിരാത്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എപ്പോഴും എന്നോട് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉള്ള ആ കഥാപാത്രങ്ങൾക്ക് കിട്ടിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരത്തിലൊരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിനും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിനും ഏറെ നന്ദി. ധർമ്മടം സഹകരണ ബാങ്കിനും രുക്മിണി ടീച്ചറുടെ കുടുംബാംഗങ്ങൾക്കും ഈ പരിപാടിയുടെ സംഘാടകർക്കും എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാനിയെ, നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന പ്രമുഖ കലാകാരൻ, പ്രമുഖ IAS ഓഫീസർ ശ്രീ NS മാധവൻ സാറിന് ധർമ്മടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള ശ്രീ N ശശിധരൻ സർ, അദ്ദേഹത്തിന് ധർമ്മടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ രുക്മിണി ടീച്ചറുടെ പേരിലുള്ള അവാർഡ് നേടിയിട്ടുള്ള കുമാരി കാവ്യ അയ്യപ്പൻ,
അവർക്കും ധർമ്മടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ പ്രഭാഷണം നടത്തിയിട്ടുള്ള EP രാജഗോപാലൻ സർ, ശ്രീമതി ഷീല ടോമി എന്നിവർക്കും ധർമ്മടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചിട്ടുള്ള ബാങ്ക് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ടി അഞ്ഞാണ്ടിന് ഔപചാരികതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗത ഭാഷണം നടത്തിയിട്ടുള്ള അവാർഡ് കമ്മിറ്റി ചെയർമാൻ കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ ഹരീന്ദ്രൻ സർ, അദ്ദേഹത്തിനും ബാങ്കിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആശംസ ഭാഷണം നടത്തിയിട്ടുള്ള ബഹുമാനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MK രവി അവർക്കും ബാങ്കിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സായാഹ്നം ധന്യമാക്കി തന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എനിക്ക് പരിചിതമല്ലാത്ത ഒരുപാട് മുഖങ്ങൾ ഞാനിവിടെ കാണുന്നുണ്ട്. എല്ലാവർക്കും ധർമ്മടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ കുമാരൻ മാസ്റ്ററുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സാഹിത്യ പുരസ്കാര സമിതി അംഗങ്ങൾ, ബാങ്കിൻ്റെ മാന്യ ഡയറക്ടർമാർ എന്നിവർക്കും ധർമ്മടം സർവീസ് ബാങ്കിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.